നമസ്കാരം. IFPHന്റെ വെബ് പരമ്പരയുടെ 1408 ദിവസം ഇന്നത്തെ മലയാളം സെഷനിൽ പങ്കെടുക്കുവാനായി എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മലയാളം സെഷനിൽ ഡോക്ടർ പത്മപ്രിയ നായർ ഇന്നലത്തെ ക്ലാസിന്റെ തുടർച്ചയായ ഭാഗമാണ്. ഇന്നലെ ഡോക്ടർ സാധാരണ അല്ലാതെ ഉപയോഗിക്കുന്ന മെഡിസിനെ കുറിച്ചുള്ള ക്ലാസ് ആയിരുന്നു. അതിൽ പറഞ്ഞു വന്നത് തീരാത്ത ഭാഗം ഇന്ന് ഡോക്ടർ നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ്. അഡീഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ക്ലാസ് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് അറിയാം. എന്തായാലും ഇന്ന് ഡോക്ടറുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. നമുക്ക് ഒരുപാട് ക്ലാസ്സുകളും അറിവുകളും റെയർ മെഡിസിൻസിനെ കുറിച്ചെല്ലാം നമ്മളെ പരിചയപ്പെടുത്തുകയും അതിന്റെ ഇൻഡിക്കേഷൻസ് എല്ലാം പറഞ്ഞു തരികയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടറാണ് പത്മപ്രിയ ഡോക്ടർ. ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഞാൻ ഡോക്ടറെ വളരെ സ്നേഹപൂർവ്വവും സന്തോഷപൂർവ്വവും സ്വാഗതം ചെയ്യുന്നു. പത്മപ്രിയ ഡോക്ടറെ ക്ലാസ് തുടങ്ങാം. നെറ്റ്വർക്ക് പ്രോബ്ലം വന്നെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരികയും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. ഡോക്ടർ ഒന്ന് ഔട്ടായിട്ടുണ്ട്, ഇപ്പൊ വരും. എന്തായാലും ഇന്നലത്തെ സെഷൻ അതിഗംഭീരമായിരുന്നു. മൈഗ്രെയിനെ കുറിച്ചായിരുന്നു തോന്നുന്നല്ലേ പറഞ്ഞത്? മൈഗ്രെയിൻ അല്ല, വിവിധ മരുന്നുകൾ ഏതൊക്കെ സാഹചര്യങ്ങളിൽ എങ്ങനെയൊക്കെ കൊടുക്കാം, ഉപയോഗിക്കാം, അതിന് ഏതൊക്കെ ഓരോന്നിന്റെ ഷോർട്ട് കട്ടുകൾ എന്താണ്, അതിന്റെ പ്രധാനപ്പെട്ട ഇൻഡിക്കേഷൻസ് എന്താണ്, ഇതൊക്കെയാണ് ഇന്നലെ ഡോക്ടർ നമ്മളോടൊപ്പം പങ്കുവെച്ചത്. അപ്പൊ അതിന്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് നമ്മൾ വീണ്ടും ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഡോക്ടറെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് തുടങ്ങും. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കോഹോസ്റ്റ് ആക്കാം ഡോക്ടറെ. Okay, thank you very much. Namaskaram. Ellarkum namaskaram. And once again, thank you very much IFPH for giving me another opportunity today. അപ്പം നമുക്ക് തുടങ്ങാം. Again, this is a continuation. ഇന്നലെ നമ്മൾ മൈഗ്രെയിനെ പറ്റി സംസാരിച്ചു. അപ്പം കുറച്ച് വാട്സപ്പ് മെസ്സേജസ് ഒക്കെ വന്നിരുന്നു, കുറച്ച് കൺഫ്യൂഷനും ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. സോ ബിഫോർ ഐ കണ്ടിന്യൂ, ഐ വിൽ ഗീവ് എ ലിറ്റിൽ ബിറ്റ് മോർ ക്ലാരിറ്റി ഓൺ വാട്ട് എക്സാക്ട്ലി വി വർ ഡിസ്കസിങ്. ഓക്കെ, അപ്പോൾ ടു സ്റ്റാർട്ട് അഗെയിൻ, ഗുരുവന്ദനം ടു ഓൾ മൈ മാസ്റ്റേഴ്സ്. എൻ്റെ ഗുരുക്കൾ കാരണമാണ് നോളേജ് കിട്ടിയതും നോളേജ് ഷെയർ ചെയ്യാനുള്ള ഒരു കഴിവുള്ളത്. സോ ലെറ്റ് മീ സ്റ്റാർട്ട് ഷെയറിങ് മൈ PPT. ഒരു മിനിറ്റ്. അപ്പോൾ ഇന്നലെ ഈ സംസാരിച്ച കാര്യത്തിൽ കുറേയൊക്കെ ഒരു കൺഫ്യൂഷൻ പല പേർക്കും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായി എനിക്ക്. സോ I've just added a couple more slides to understand what was happening. ഞാൻ ഇവിടെയല്ലേ നിർത്തിയത്? മെന്യാന്തസ് എക്സ്പ്ലെയിൻ ചെയ്ത ശേഷമാണല്ലോ നമ്മൾ നിർത്തിയത്. Am I right? ഡോക്ടറെ, ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ ഇല്ലായിരുന്നു കേട്ടാ. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു ഓക്കെ, ഫൈൻ, ശരി. അപ്പൊ പിന്നെ നമുക്ക് തുടരാം. അപ്പം കൺഫ്യൂഷൻ എന്താന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ പറഞ്ഞു തന്ന റെമഡീസ് ഒക്കെ ലെസ് കോമൺലി യൂസ്ഡ്, അല്ലെങ്കിൽ പിന്നെ റെയർ റെമഡീസ്, ഓർഗാനോപ്പത്തിക് റെമഡീസ് എന്നൊക്കെ പറയാം. ആൻഡ് വാട്ട് വാസ് എ ഹോൾ ഡിസ്കഷൻ വാസ്, ഐ എം അഗെയിൻ സേയിങ് ഓൾ ദീസ് തിങ്സ് ബിക്കോസ് ഇന്നലെ കുറച്ച് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ഇത് കോമൺലി പ്രിസ്ക്രൈബ്ഡ് റെമഡീസ് അല്ല. നമ്മളുടെ വെരി ഫേമസ് വെൽ സെലിബ്രേറ്റഡ് റെമഡീസ് ഫോർ മൈഗ്രെയിൻ വി ഡു ഹാവ്. നമ്മൾ ഈ പറയുന്ന പോലെ ബെലഡോണോ, ഗ്ലോനൈനോ, Gelsemium, Natramur, Sepia. We have a list of commonly prescribed remedies for migraine. പക്ഷേ ഞാനിതിപ്പോൾ ഇന്നലെ ഇത്രയും പറഞ്ഞു വന്നത്, these remedies are used for conditions of migraine where the patient will come and tell you, ഡോക്ടറെ തലവേദന സ്ഥിരമുണ്ട്, അപ്പോൾ ഇനി ഞാൻ ഇടവിട്ട് പാരസെറ്റമോൾ കഴിക്കാറുണ്ട്, മൈഗ്രെയിനുള്ള ടാബ്ലറ്റ്സ് കഴിക്കാറുണ്ട്. അപ്പം ഹിസ്റ്ററി ഓഫ് സെപ്പറേഷൻ നമുക്ക് കാണാം. ടു മച്ച് ഓഫ് കൺസംഷൻ ഓഫ് അലോപ്പത്തിക് മെഡിക്കേഷൻസും എടുത്ത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് വേണ്ട PQRS സിംറ്റംസ്, അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന പോലെ ക്യാരക്ടറിസ്റ്റിക് ലൊക്കേഷൻ സെൻസേഷൻ മൊഡാലിറ്റി അത്രയും നമുക്ക് ക്ലിയർലി കിട്ടില്ല, ബിക്കോസ് ദർ ഇസ് എ ലോട്ട് ഓഫ് സെപ്പറേഷൻ. അപ്പോൾ അതാണ് ഞാൻ ഇന്നലെ സംസാരിച്ചു വന്ന കണ്ടാമിനേറ്റഡ് കേസ്, കണ്ടാമിനേറ്റഡ് ബൈ
the conventional remedies. അപ്പം ഞാൻ പറഞ്ഞില്ലേ, there are two types of cases that comes to us. One is very clear picture. ഇപ്പൊ ഞാൻ പറയാം, കുറേയൊക്കെ പേഷ്യൻസിന് ഹോമിയോപ്പതി വിശ്വാസമുള്ള പേഷ്യൻസും ഉണ്ടാവും. പിന്നെ മരുന്നൊന്നും വേണ്ട, പോട്ടെ, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അത്രയ്ക്ക് അധികമായാലേ ഡോക്ടറിൻ്റെ അടുത്ത് വരില്ല. അപ്പം അങ്ങനത്തെ ഒരു ക്ലിയർ പിക്ചേഴ്സ് കൊണ്ട് വരുന്ന പേഷ്യൻസിന് നമുക്ക് നമ്മളുടെ ഈ പറയുന്ന ദ സോ കോൾഡ് ലിസ്റ്റ് ഓഫ് സെലിബ്രേറ്റഡ് റെമഡീസ്, ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ റൂട്ടീൻ ആയിട്ടുള്ള ബെലഡോണ, അട്രമ്യൂർ, ആ പറയുന്ന ലിസ്റ്റിൽ നിന്ന് നമുക്ക് ടോട്ടാലിറ്റി എടുത്തിട്ട് അവർക്ക് അത് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആണ്, ലോട്ട്സ് ഓഫ് ഹിസ്റ്ററി ഓഫ് സെപ്പറേഷൻ ആണ്. പേഷ്യന്റ് വന്ന് പറയുകയാണ്, ഞാൻ സ്ഥിരം 4 മണിക്കൂറിന്റെ ഇടവിട്ട് 5 മണിക്കൂറിന്റെ ഇടവിട്ടിട്ട് ഞാൻ മരുന്ന് കഴിക്കുമ്പോൾ വെളിയിൽ പോകാൻ നേരത്തെ വെയിൽ കൊള്ളണമ്പോൾ എനിക്ക് മൈഗ്രെയിൻ വരും, അപ്പം ഞാൻ മരുന്ന് കഴിച്ചിട്ടേ വെളിയിൽ ഇറങ്ങാറുള്ളൂ. പീരിയഡ്സ് വരുമ്പോൾ ഞാൻ മരുന്ന് എന്തായാലും ടാബ്ലറ്റ്സ് കഴിച്ചിരിക്കും, അല്ലെങ്കിൽ എനിക്ക് തലവേദന വരും. അത്രയും ഹിസ്റ്ററി ഓഫ് ടേക്കിംഗ് അലോപ്പത്തിക് റെമഡീസ് ഉണ്ടെങ്കിൽ ദെൻ you have to pick any one of these remedies that were discussed yesterday and that will be discussed today, because this remedy, especially when given in mother tincture form, will remove the പോസിറ്റീവ് ഓഫ് സിംറ്റം. അപ്പം നമുക്ക് 10-15 ദിവസം മദർ ടിഞ്ചർ ഫോമിൽ ഈ മരുന്നുകൾ കൊടുത്ത ശേഷം അവരുടെ ഈ ഇടയ്ക്കിടയ്ക്ക്, അപ്പം നമ്മൾ കൊടുക്കുമ്പോഴും പറയുന്നത് പാരസെറ്റമോൾ കഴിക്കുന്ന മുമ്പ്, പെയിൻ കില്ലർ കഴിക്കുന്ന മുമ്പ് ഈ ഒരു മദർ ടിഞ്ചറിന്റെ ഡോസ് കഴിച്ചാൽ മതി. അങ്ങനെ കഴിച്ചു വരുമ്പോൾ ദ പേഷ്യന്റ് ഫീൽസ് ബെറ്റർ. ദ പേഷ്യന്റ് വിൽ നോട്ട് ടേക്ക് ആസ് മെനി പെയിൻ കില്ലേഴ്സ് ആസ് ദേ യൂഷ്വലി ടേക്ക്. സോ വാട്ട് ഈസ് ഹാപ്പനിങ്, just because of this, so the list of these remedies, the patient is coming out of the conventional remedies, the patient is feeling better. അത് മാത്രമല്ല, ഈ ഡോക്ടറിന്റെ അടുത്ത് പോയാൽ എൻ്റെ തലവേദനയുടെ ഒരു പെർമനന്റ് സൊല്യൂഷൻ കിട്ടും എന്നുള്ള വിശ്വാസത്തോടെ അവർ നമ്മളുടെ അടുത്ത് വരും. Then you have to take the totality. Then you have to think about the so-called migraine remedies or the so-called constitutional remedies. Okay. Headache is a different story. So chale headaches, acute headaches can show symptoms which you can take any of these remedies. ഇപ്പൊ ഞാനിപ്പോ സ്ക്രീനിൽ വെച്ചിരിക്കുന്നത് മെന്യാന്തസ്, ഇതിപ്പോ ഇന്നലെ ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ഇത് മൈഗ്രെയിനിന് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റിയ റെമഡിയാണ്. പക്ഷെ ഇഫ് ദർ ഈസ് ആൻ അക്യൂട്ട് കേസ് ഓഫ് ഹെഡേക്ക് വിച്ച് ഈസ് സേയിങ് ദാറ്റ് ഡോക്ടർ, തലവേദനയ്ക്കും എനിക്ക് ഭയങ്കര ഒരു പേടിയാണ്, വീട്ടിൽ ആരും ഇല്ലെങ്കിൽ ഒന്നും കൂടെ പേടി തോന്നും. അപ്പം അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ ഫ്രം ദ ഹെഡ് ഇറ്റ് ഈസ് ഗോയിങ് ഡൗൺവേർഡ്സ് ആസ് ഇഫ് ദർ ഈസ് എ ഹെവി വെയിറ്റ് ഓൺ ദ ഹെഡ്. So this can be taken and prescribed in 30C or 200C for headache, not migraine, headache. Or you can give this in acute cases of migraine when you have a clarity of symptoms. So I really want this to be very, very clear about why these drugs are discussed and how to use this remedy. Okay. അപ്പൊ നമ്മളുടെ അടുത്ത് എനിക്കൊരു ഡൗട്ട് വന്നത്, റെയർ റെമഡീസ് ഒക്കെ നമ്മൾ അത്ര യൂസ് ചെയ്യാറോ? സ്പെഷ്യലി ദ ഡൗട്ട് കെയിം ടു മീ ബിക്കോസ് ഞാൻ മിക്കവാറും ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ഇതുപോലെ ബിഹേവിയറൽ ഹോമിയോപ്പത്തിക് മെറ്റീരിയൽ മേടിക്കും, ഓരോന്ന് റെമഡിയുടെ ഇൻ ആൻഡ് ഔട്ട് കോൺസ്റ്റിറ്റ്യൂഷണലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് വന്ന ഒരു പ്രസന്റേഷൻ ആയിരുന്നു ഞാൻ അന്നും തന്നത്. അപ്പൊ എനിക്ക് ഈ ക്വസ്റ്റ്യൻ വന്നത്, റെയർ റെമഡീസ് യൂസ് ചെയ്യാൻ പാടും? യെസ്, വി ക്യാൻ യൂസ് റെയർ റെമഡീസ് ബിക്കോസ് in aphorism 104 and 106, Dr. Hahnemann told that to acquiring a knowledge of instruments intended for cure. ഞാൻ ഇന്നലെ പറഞ്ഞു വന്നില്ലേ, നമുക്ക് എല്ലാവർക്കും ഡിഫറെന്റ് ആർട്ടാണ്, ഡിഫറെന്റ് വേ ഓഫ് പ്രിസ്ക്രൈബിംഗ് ആണ്. ആൻഡ് വാട്ട് വി ഡു ഇസ് വി യൂസ് ഡിഫറെന്റ് ഇൻസ്ട്രുമെന്റ്സ്, ഡിഫറെന്റ് ടൂൾസ്. അപ്പോൾ പല മദർ ടിഞ്ചർ ഫോം അല്ലെങ്കിൽ സ്പെസിഫിക് ബയോകെമിക്കൽ ബാച്ച് ഫ്ലവർ, ദീസ് ആർ ഡിഫറെന്റ് ഇൻസ്ട്രുമെന്റ്സ് വിച്ച് വി യൂസ് ടു ഹെൽപ്പ് അവർ പേഷ്യൻസ്. So what Hahnemann is saying is acquiring a knowledge, pinkil ഞാൻ underline highlight ചെയ്തിട്ടുണ്ട്, to acquiring a knowledge of the instruments intended for the cure of natural diseases, investigating the pathogenetic power of the medicine in order when called on to cure. When called on to cure എന്ന് പറഞ്ഞാൽ അത്യാവശ്യമുള്ള സമയങ്ങളിൽ, എല്ലാം പ്രാവശ്യം നിങ്ങൾ ഈ റെയർ റെമഡീസ് എടുത്ത് പ്രിസ്ക്രൈബ് ചെയ്യണമെന്നല്ല, അതിൻ്റെ ആയിട്ടുള്ള ഒരു ആവശ്യം വരുമ്പോൾ അതെന്താന്ന് ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ പറഞ്ഞുതരാം. സോ വെൻ കോൾഡ് ഓൺ ടു ക്യൂർ, ടു ബി ഏബിൾ ടു സെലക്ട് ഫ്രം ദം, അപ്പൊ നമുക്ക് അതിന്റെ ഒരു നോളജ് ഉണ്ടായിരിക്കണം. സോ റെയർ റെമഡി ഈസ് വൺ ഓഫ് ദ ഇൻസ്ട്രുമെന്റ് ദാറ്റ് വി ഷുഡ് ഹാവ്. ആൻഡ് വൈ വി ഷുഡ് ഹാവ്? സോ ദാറ്റ് വെൻ നെസസറി, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ അത് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കണം. ദിസ് ഈസ് മെൻഷൻഡ് ഇൻ 105 and 106. സോ ദിസ് ഈസ് വെരി ക്ലിയർലി എക്സ്പ്ലെയിൻ. ദാറ്റ് ഈസ് വൈ വി, ഇപ്പം ഞാൻ പറഞ്ഞില്ല, എന്നാലും ഞാൻ 1-2 പേരിനെ ചാറ്റിംഗ് ചെയ്തപ്പോൾ അത്രയ്ക്ക് റെയർ റെമഡീസ് യൂസ് ചെയ്യല്ലേ. ബട്ട് വാട്ട് ഐ ഹാവ് ലേൺഡ് ഈസ് നോർത്ത് ഇന്ത്യ, എസ്പെഷ്യലി നോർത്ത് ഇന്ത്യയിൽ നല്ലപോലെ അബ്സല്യൂട്ട്ലി ഇൻ ആൻഡ് ഔട്ട്, ഡേ ഇൻ ആൻഡ് ഔട്ട് അവർ യൂസ് ചെയ്യുന്ന റെമഡീസ് ആണ് റെയർ റെമഡീസ്. മുംബൈയിൽ അത്ര യൂസ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല. ബട്ട് ഐ തിങ്ക് ഈവൻ സൗത്ത് ഇന്ത്യയിലും അത്രയ്ക്ക് ഇല്ല എന്നാ തോന്നുന്നത്. അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് വന്നത് റെയർ റെമഡീസിനെ പറ്റിയിട്ട്. സോ വാട്ട് ആർ ദ അഡ്വാൻറ്റേജ്? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, വെൻ നീഡഡ് ടു ക്യൂർ എന്ന് ഹാനിമൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വാട്ട് ആർ ദ സിറ്റുവേഷൻസ് വെൻ യു ഷുഡ് യൂസ് റെയർ റെമഡീസ്? സോ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്?
So they have a specific action on the human body. Some drugs act well in specific disease conditions. നമ്മളുടെ പോളിക്രസ്റ്റ് എന്ന് പറയുന്നതിന്റെ അർത്ഥം we can use that polycrest in different situations, different personalities, at the same time different disease conditions. But here specific disease condition is a very important criteria. Selection of medicine is easy on the basis of disease diagnosis of pathological symptoms. നമ്മൾ ഹോമിയോപ്പതിയിൽ കേസ് ടേക്കിംഗ്, മയാസംസ്, പാസ്റ്റ് ഹിസ്റ്ററി, പ്രസന്റ് ഹിസ്റ്ററി ഓഫ് സെപ്പറേഷനും പിന്നെ സ്ലീപ്പും തേഴ്സ്റ്റും ജനറാലിറ്റീസ് അങ്ങനെ പല ക്വസ്റ്റ്യൻസും ചോദിച്ചു വരുമ്പോഴാണ് നമ്മളുടെ ഒരു ടോട്ടാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് കൈ കിട്ടണം. എന്നിട്ടാണ് നമ്മൾ ഒരു പ്രോപ്പർ സിമിലിമമാണോ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റെമഡി കൊടുത്തു എന്ന് പറയാൻ ഒരു ഉറപ്പ് വരണമെന്നുണ്ടെങ്കിൽ വി നീഡ് എ ഹോൾ ഡേറ്റ റെഡി വിത്ത് us. ബട്ട് ഇൻ സിറ്റുവേഷൻസ് വെയർ യു ക്യാൻ സീ ഡിസീസ് ഡയഗ്നോസിസ് ഉണ്ടാവും അല്ലെങ്കിൽ പത്തോളജിക്കൽ സിംറ്റംസേ കാണുള്ളൂ, അങ്ങനത്തെ സമയത്ത് നമുക്ക് റെയർ റെമഡീസിനെ പറ്റി ചിന്തിക്കാം. So when detailed case taking is not possible, ഇപ്പൊ ഫോണിൽ സംസാരിക്കുകയാണ് പേഷ്യന്റ്, അല്ലെങ്കിൽ പിന്നെ പേഷ്യന്റിന് വരാൻ പറ്റില്ല, റിലേറ്റീവ് ആണ് നമ്മുടെ അടുത്ത് പറയുന്നത്. അപ്പൊ റിലേറ്റീവിന്റെ അടുത്ത് ഇത്രമാത്രം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ റിലേറ്റീവ് ഇത്രമാത്രം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റും പേഷ്യൻസിന്റെ കണ്ടീഷൻ. സോ വാട്ട് എവർ is seen, that is only the quantity of data that the relative will give us. So when the patient is unable to describe a symptom or the patient is not available to come directly, relative is coming, അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷനിൽ നമുക്ക് പറയാം ഓക്കെ ഈ മരുന്ന് എടുത്ത് സ്റ്റാർട്ട് ചെയ്തോളൂ, ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് മരുന്നിന്റെ വേദനയൊക്കെ കുറയുമ്പോൾ പേഷ്യന്റിനെയും കൊണ്ട് ഇവിടെ വരണം. So in such situations, because you cannot misuse the polycrest, in and out അത്രയും ഡേറ്റ ഇല്ലാണ്ട് ഒരു ഉറപ്പില്ലാണ്ട് പ്രിസ്ക്രൈബ് ചെയ്ത, that is abusing the polycrest remedies that we have. So we should not be misusing the polycrest. So in such situations where you don't get a clear data, give the rare remedy. Once the patient is feeling better, then you have to bring the patient to find out the totality. പിന്നെ പാലിയേറ്റീവ് ട്രീറ്റ്മെന്റ്, ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളും തന്നെ ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഐ എം സെയിങ് ബ്രെയിൻ ട്യൂമേഴ്സും സർവൈക്കൽ പത്തോളജി ഉള്ള പേഷ്യൻസിനൊക്കെ ഹെഡേക്കിന്റെ സിംറ്റംസ് വരും. സോ യു ഓൾസോ അണ്ടർസ്റ്റാൻഡ് പത്തോളജി ഈസ് വെരി ബാഡ്, യു കൻ നോട്ട് വെരി മച്ച് റിലൈ ഓൺ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ തെറപ്പി ഉണ്ടല്ലോ. അപ്പൊ നമ്മൾക്ക് പേഷ്യൻക്ക് റിലീഫ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പാലിയേറ്റീവ് ട്രീറ്റ്മെന്റ്. സോ റെയർ റെമഡീസ് ഈസ് എ വെരി ഗുഡ് വേ ടു സ്റ്റാർട്ട് വിത്ത് പാലിയേറ്റീവ് ട്രീറ്റ്മെന്റ് ഫോർ വെരി ബാഡ് പത്തോളജിക്കൽ സിറ്റുവേഷൻസ്. അതുപോലെ വെൻ ക്വിക്ക് ആക്ഷൻ ഈസ് നീഡഡ്, പല സമയത്തും ഉണ്ടാവുമല്ലോ, നാളെ ഭയങ്കര തലേനെ ഡോക്ടർ, നാളെ കല്യാണമാണ്, അല്ലെങ്കിൽ ഇന്നലെ വൈകുന്നേരം എൻ്റെ ഹസ്ബൻഡ് ഇന്ന് എന്തോ ഒരു പ്രസന്റേഷൻ ഉണ്ട്, എനിക്ക് ഇന്നത്തെ ഒരു പ്രസന്റേഷൻ നല്ലപോലെ പോകണം, എൻ്റെ തലവേദന മാറി കിട്ടണം. So situations are like very quickly I need a cure. At the same time, അത്രയും നിറയെ സിംറ്റംസും ഇല്ല നമ്മളുടെ. So this is the situations when we use rare remedies. Now also very important is to understand disadvantages of rare remedies. ഇത് നമുക്ക് നല്ലപോലെ അറിഞ്ഞിരിക്കണം. അതർവൈസ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഞാൻ മടിച്ചീന്നാ വിളിക്കുക. ഷീ ഈസ് ടു ലേസി ടു ഡു ദ റെപ്പോർട്ടറിയൽ ടോട്ടാലിറ്റി ടു കം ടു എ കൺക്ലൂഷൻ വിത്ത് സോ കോൾഡ് പാറ്റേൺ, LSMC, PQRS. കണ്ണിൽ കാണുന്ന സിംറ്റംസ് എടുത്ത് എന്തെയൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യും. സോ വെൻ വി വെന്റ് ഫോർ ദിസ് സെമിനാർ, നോർത്ത് ഇന്ത്യയിലുള്ള ഒരു സ്പീക്കറിന്റെ സെമിനാറിന് വേണ്ടി നമ്മൾ പോയപ്പോൾ അവൾ ഇതൊക്കെ പഠിച്ചെടുത്തു, മാത്രമല്ല നല്ലപോലെ റിസൾട്ട്സും കിട്ടാൻ തുടങ്ങി. സോ ഷീ സ്റ്റാർട്ടഡ് വർക്കിംഗ് മോർ വിത്ത് റെയർ റെമഡീസ്. So I used to tell her, and we all used to discuss, and we used to tell her, no, do not get addicted to prescribing rare remedies, because the very important thing is it is not a curative treatment. നമുക്ക് പേഷ്യന്റിന് അസുഖം മാറ്റാനും പറ്റും, കാശ് സമ്പാദിക്കാനും പറ്റും, പക്ഷെ അത് പെർമനന്റ് ക്യൂർ ആവില്ല, ഒരിക്കലും അത് വരില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വിത്ത് റെയർ റെമഡീസ്. സോ ദിസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഡിസ്അഡ്വാൻറ്റേജ്. ഇറ്റ് ഈസ് നോട്ട് എ ക്യൂറേറ്റീവ് ട്രീറ്റ്മെന്റ്. ഞാൻ റെഡ് ഓൺ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. At the same time, patient, I'll read out. There are non-availability of the drugs. Some of the drugs are not available in all the pharmacies. Potencies are not available. In case if you're taking any of the rare remedies and prescribing for acute state of migraine or else acute state of headache, you can go in potency. അപ്പോൾ പൊട്ടൻസി കൊടുക്കുമ്പോൾ നമുക്ക് മിക്കവാറും അവൈലബിലിറ്റി കാണില്ല. Detailed information about the drug is not available. Again, this is a problem. We have so many books, so many resources on polycrest remedies, but we have very, very, very little information about rare remedies. Rare remedies നെ പറ്റി കുറച്ച് ഓത്തേഴ്സ് എഴുതിയിട്ടുള്ളൂ. എഴുതിയാലും യൂസ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഒരുപാട് കുറവാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ സെമിനാർസോ വെബിനാർസിലൊക്കെ പോകുമ്പോൾ കൂടെ ഡോക്ടർമാരുടെ കൂടെ ഇരുന്ന് പഠിക്കുമ്പോൾ അവർ യൂസ് ചെയ്തു എന്നുള്ള ഒരു നോളേജ് കിട്ടുമ്പോഴാണ് നമുക്കൊരു ഉറപ്പ് കിട്ടുന്നത്. സോ യു ഡോണ്ട് ഹാവ് ഗ്രേറ്റ് ഇൻഫർമേഷൻ ഓൺ ദിസ് റെയർ റെമഡീസ്. സോ ഇറ്റ് ഈസ് നോട്ട് വെരി സേഫ് ടു പ്രിസ്ക്രൈബ് ദിസ് കൈൻഡ് ഓഫ് റെയർ റെമഡീസ്. അതുപോലെ fewer or no characteristic symptom, that was very clearly seen. We don't have very, very characteristic PQRS symptoms.
So prescribing rare remedies on the basis of few symptoms can be a miss or a hit. So do not rely 100% saying that, okay, ഞാൻ എൻ്റെ മോനെ ഈ rare remedy കൊടുത്തിട്ടുണ്ട്, അതെന്തായാലും വർക്കൗട്ട് ആവുന്നു. You should be ready to work out on the further prescription. So you cannot be 100. ഇപ്പം നമ്മൾ പോളിക്രസ്റ്റ് ഒക്കെ കൊടുക്കുമ്പോൾ നമുക്കൊരു നല്ല ഉറപ്പുണ്ടാവും, ഇത് എന്തായാലും ജൽസീമിയമാണ്, ഈ ഗ്ലോനൈൻ്റെ ഒരു ഡോസ് കൊടുത്താൽ ഇപ്പം ശരി. ബട്ട് rare remedies, you cannot be 100% sure. So patients can have adverse drug reaction. Yes. ഇത് ഞാൻ പല സ്പീക്കേഴ്സിനെയും കേട്ടിട്ടുണ്ട്. ഞാൻ അത്രയ്ക്ക് റെയർ റെമഡീസ് യൂസ് ചെയ്യാറില്ല. യൂസ് ചെയ്താലും ഞാൻ കുറച്ച് ദിവസങ്ങളിലൊക്കെ കൊടുക്കാറുള്ളൂ. അതുകൊണ്ട് I have personally not seen drug reaction, but I have heard this from the Calcutta school saying that, oh, too much of remedies, ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ 10 days 15 days എന്നൊക്കെ കൊടുത്താൽ the patient, there are some situations, ഇവിടെയും ഉണ്ട്, ഇവിടെ ഫാർമസി പോയിട്ട് നമ്മൾ മരുന്നിന്റെ പേര് കൊടുത്താൽ the patient can easily take their medicine. So what happens, the patient understands so and so Mother Tincture is going to help me. പിന്നെ നെക്സ്റ്റ് ടൈം അവർ പിന്നെയും ഫാർമസി പോയിട്ട് അത് മേടിച്ച് കഴിക്കും. സോ if you give the prescription to the patient or else if you prescribe it, very often drug reaction വരാനുള്ള chances ഉണ്ട്. So less reliable in action. This is one of the greatest disadvantages. So you should know the advantages, disadvantages, and then learn this set of remedies so that you can use them. Okay. So continuing with the list of remedies that we were discussing yesterday, next very important remedy for migraine, other than pinim bariyena, Mother Tincture form in case of contaminated cases where patients are under antibiotics or painkillers. Aduvole, you can use this remedy in 30 or 200 potency if you want in case of acute headache or acute migraine attack. Okay, അപ്പം ഓലിയമില് പ്രത്യേകത pressure from the vertex towards the occiput. Okay, from the vertex towards the occiput, and then right-sided headache leaves and goes to the right side of the occiput. Tension of occipital muscles. Blood seems to rush into the occiput on going into the house. അപ്പോൾ വെളിയിലൊക്കെ ഉള്ളപ്പോൾ അത്ര ഉണ്ടാവില്ല, വീട്ടിനകത്ത് കയറി പോകുമ്പോൾ ഒന്നും കൂടെ ഒരു ഭാരം തോന്നുക അവർക്ക്, as if the sudden rush of blood is happening. Very characteristic is usually 1 hour after dinner. ആഹാരമൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോൾ തുടങ്ങും ഡോക്ടറെ തലവേദന. So this is very characteristic in oleum. Pressure in the left side, must hold the head forward. എങ്ങനെ കൈകൊണ്ട് എങ്ങനെ പ്രസ് ചെയ്ത് ഫോർവേഡിലോട്ടേക്ക് കൊണ്ടുവന്നാൽ they feels much better. Continuous even on moving the head. Okay. So migraine with polyuria, urine perfectly clear. This is another very characteristic symptom. So red face, or belladonna glonine type of look, red face, bloodshot, can hardly lift the upper lids. Appa idu parnu varunathu patients engane kanninte pola bayangara heavy irikkum. So when they are talking to you, they cannot open the eyelids. Appa idu Materia Medical, I think Boriclum kude ezhidittunde, oru kudigaramar samsarikkunnathu enganeyana, speech is thick and the patient makes impression as if under the influence of liquor. Appam kannu engane poda, thala engane mumbilottike. So the head is coming forward, the eyelids are so thick that he cannot open the eyes. സ്പീച്ച് സംസാരിക്കുന്നത് വാക്ക് കുഴഞ്ഞു പോവുക, അല്ലെങ്കിൽ വാക്കുകൾ ശരിക്കും ഉച്ചരിക്കാൻ പറ്റില്ല എന്ന് പറയില്ല, ആ ഒരു രീതി. ശരിക്കും ഒരു ഫുൾ ടൈറ്റ് എന്ന് പറഞ്ഞാൽ ഫുള്ളെ കുടിച്ച് കുടിയൻ മുമ്പിൽ നിന്നാൽ എങ്ങനെയുണ്ടാവും, ആ ഒരു പ്രസന്റേഷൻ ആയിരിക്കും whenever this patient gets headache. So this is very very characteristic. So if you look into the observation, ഞാൻ പറഞ്ഞ പോലെ as a drunkard sitting in front of you and talking, that is one presentation. After dinner, 1 hour after dinner, and then especially on the right side, occipital headache. Okay. So moving ahead, am I too fast, slow akano? No response. Okay. Appam I'll go ഫാസ്റ്റ് to ആണെന്ന് തുടക്കത്തിലൊരു ചാറ്റ് ബോക്സിൽ ഒരു കമന്റ് വന്നായിരുന്നു കേട്ടോ. ആണോ? അയ്യോ, ഞാൻ ചാറ്റ് ശ്രദ്ധിച്ചില്ല. Okay, we want to write go slow. Okay. അപ്പൊ ഞാൻ ഒന്നും കൂടെ പ്രീവിയസ് സ്ലൈഡ് ഒന്ന് where is my previous slide? Okay, so once again I'll just go through oleum. Characteristic ആയിട്ട് പേഷ്യന്റ് നമ്മളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ കുടികാരന്മാരുടെ ഒരു മട്ടും ഭാവം കാണും, ഫേസ് ഒക്കെ റെഡ്, കണ്ണ് സ്പെഷ്യലി fully drunkard people have got too much of redness in the eyes. കണ്ണിന്റെ പോള ഹെവി കാരണം they cannot lift the upper eyelid. That is very very characteristic. And speech, when you are asking, answering becomes very thick. Appam and patient makes impression as if it's he is completely drunk. Pulse is full and round, that is a different thing. And polyuria with migraine, 1 hour after dinner, must hold the head. ഞാൻ പറഞ്ഞില്ല കുടികാരന്മാരെ സംസാരിക്കുമ്പോൾ എങ്ങനെ തല മുമ്പിലോട്ടേക്ക് വീഴില്ല, ആ ഒരു പ്രസന്റേഷൻ ഉണ്ടാവും ഓലിയം.
Okay, so next is saponinum. I have not used this remedy. ഞാൻ ഡോക്ടർ ബാനർജിയുടെ മറ്റേ ഐ തിങ്ക് അവിടുന്ന് അവരുടെ കോഴ്സ് ചെയ്യുന്ന സമയത്ത് അവർ എക്സ്പീരിയൻസ് ചെയ്തത് ഞാൻ ഇവിടെ ആസ് എ പാർട്ട് ഓഫ് നോളജ് ട്രാൻസ്ഫർ ഐ ജസ്റ്റ് ആഡഡ് ദിസ് ഡ്രഗ് ഹിയർ. സോ ഡ്രഗ് ഹെവി സെൻസേഷൻ ഇൻ ദ ഹെഡ്, aggravated over the left eye, eyeball aches and feels sore, spreads hence running back to the occiput, great heat in the frontal head, ameliorated by cold and by pressure, aggravated by stooping. അപ്പൊ ഞാൻ ഇത് കേട്ടത് ഒരു കോമൺ പ്രസന്റേഷൻ ആയി തോന്നുന്നു. നമുക്ക് PQRS ഒന്നുമില്ല, മിക്കവാറും എല്ലാം തലവേദനയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത്. കണ്ണിന് പ്രശ്നം അല്ലെങ്കിൽ ഫ്രണ്ടിൽ വേദന, ഓക്സിപിറ്റലിലെ വേദന. സോ യു ആക്ച്വലി ഡു നോട്ട് ഫൈൻഡ് എനിത്തിങ് വെരി വെരി ക്യാരക്ടറിസ്റ്റിക്. ആൻഡ് യു ആർ ആക്ച്വലി ആസ് എ ഫിസിഷ്യൻ യു ആർ ലൈക്ക് ഇനിയിപ്പോൾ എന്താ കൊടുക്കേണ്ടത്, പേഷ്യൻ്റ് ഇനി ഒന്നും പറയണമില്ല, ഇത്രേ ഉള്ളൂ, ഇനിയിപ്പോൾ എന്താ കൊടുക്കേണ്ടത്. So if you actually see, this is the symptoms written in the books. And if you actually see, there is nothing PQRS also. So that is saponinum. Okay, next remedy, idu njan use cheyidittunde pala masters, njan parnille masters of homeopaths from where who I have learned. This is one of the most useful remedy in migraine cases. ഇത് നമ്മളുടെ അക്യൂട്ട് അറ്റാക്ക് ഓഫ് മൈഗ്രെയിന് കൊടുക്കാം, അക്യൂട്ട് കേസസ് ഓഫ് ഹെഡേക്കിന് കൊടുക്കാം, ആൻഡ് കേസസ് വെരി മച്ച് ലൈക്ക് ബെലഡോണ ആൻഡ് ഗ്ലോനൈൻ. പേഷ്യൻ്റ് ഇരുന്ന് സംസാരിക്കുമ്പോൾ ആ പ്രസന്റേഷൻ കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് ബെലഡോണ തന്നെയാണ്, ഇത് ഗ്ലോനൈൻ തന്നെയാണെന്ന്. ആ ഒരു പ്രസന്റേഷൻ ആയിരിക്കും പേഷ്യൻസിന്റെ. പിന്നെ തേർഡ് ഇൻഡിക്കേഷൻ ഈസ് നമ്മൾ ബെലഡോണ കൊടുത്തു വർക്ക്ഔട്ട് ആവണില്ല, ഗ്ലോനൈൻ കൊടുത്തു വർക്ക്ഔട്ട് ആവണില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അഗെയിൻ യു ക്യാൻ യൂസ് യൂസ്നിയ ബാർബാറ്റ. Neuralgic pain, periodical, congestive, sunstroke headache. ഞാൻ പറഞ്ഞില്ലേ ഗ്ലോനൈനും ബെലഡോണ എന്ന് പറഞ്ഞാൽ മെയിൻ റീസൺ ഈ സൺസ്ട്രോക്ക്. അപ്പോൾ സൺസ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഫുൾ ഫേസ് റെഡ്, ഐസ് റെഡ് ആൻഡ് ടു മച്ച് ഓഫ് ത്രോബിങ് സെൻസേഷൻ, ഫ്ലഷ് ഓഫ് ബ്ലഡ് റഷിങ് എന്നൊക്കെയുള്ള സിംറ്റംസ് വായിക്കില്ലേ. ആസ് ഇഫ് സെൻസേഷൻ, ആസ് ഇഫ് ദ ടെമ്പിൾ വുഡ് ബേഴ്സ്റ്റ്, സെൻസേഷൻ ആസ് ഇഫ് ദ ഐസ് വുഡ് ബേഴ്സ്റ്റ്. അത്രയ്ക്ക് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള തലവേദന. സോ headache over the entire head or from heat as if the temples would burst or the eyes would burst out of their sockets. Congestive, sends one to bed from riding in hot sun with throbbing carotids. Sends one to bed is very very important. കാരണം അത് അവരുടെ ameliorating factor ആണ്. അവർ ഒന്ന് സുഖമായി കിടക്കണം, ഉറങ്ങണം എന്നല്ല. It is not sleep, it is more of lying down. അപ്പോൾ the patient wants bed, wants that relaxed supine position, lying down പൊസിഷനിൽ കടന്നാൽ മതി. നല്ല ഒരു കടത്തം കടന്ന് അവർക്ക് ആ ഒരു റിലീഫ് കിട്ടിയെന്ന് വരും. സോ ദാറ്റ് ഈസ് എ വെരി ക്യാരക്ടറിസ്റ്റിക് അമിലറേറ്റീവ് ഫാക്ടേഴ്സ്. സോ ദ ക്യാരക്ടറിസ്റ്റിക് സൺ ഹെഡേക്കിന് നമ്മൾ മിക്കവാറും നമ്മൾ എല്ലാം പ്രാവശ്യം കൊടുക്കുന്നത് ബെല്ലാഡോണയും ഗ്ലോനൈനാണ്. സോ ദിസ് ഈസ് അനദർ വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഞാൻ കേട്ടിട്ടുണ്ട് അച്ഛൻ്റെ അച്ഛനൊക്കെ നമ്മൾ അപ്പൂപ്പൻ്റെ ആ കാലം തൊട്ട്, ബിക്കോസ് this remedy sounds like a rare remedy, but this is one of the oldest remedy in our materia medica, and it was prescribed very rapidly, very often by most of the well known. ഇപ്പൊ ഞാൻ ഇവിടെയും വന്നപ്പോൾ ഇതുപോലെ ഇവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ they think this is one of the rare, less used, and this is still in the book of rare remedies, but this is very commonly prescribed. ഓക്കെ, അപ്പൊ ഇത് എന്തായാലും എല്ലാവരും മേടിച്ച് വയ്ക്കുന്നത് എല്ലാവർക്കും അത് ബെനിഫിറ്റ് ആവും ഈ മരുന്ന്. നമ്മൾ ആസ് ഗുഡ് ആസ് ബെലഡോണ ഓർ ഗ്ലോനൈൻ. Again, this is a knowledge transfer. I have not used this remedy, but I have heard success rates with this remedy. Sensation as if the top would fly off. Liver symptoms ഉണ്ടാവും, പെയിൻ ഫ്രം നോയ്സ് ഉണ്ട്. അപ്പൊ ഈ 3 ക്യാരക്ടറിസ്റ്റിക് എന്തായാലും കാണും. അപ്പൊ പേഷ്യൻസ് വന്ന് പറയുന്നത് ഇതുപോലെ എന്തോ ഒരു പറന്നു പോകുന്നുള്ള ഒരു തോന്നൽ. സോ ഐ ഹാവ് ഹേർഡ് ഡോക്ടേഴ്സ് എക്സ്പ്ലെയിനിങ് ദിസ് റെമഡി. ശബ്ദങ്ങൾ ഇപ്പൊ എന്ത് അതുപോലെ. അപ്പൊ അത് കാരണം ഈ പേഷ്യൻസ് ഇതുപോലെ പാർട്ടിയോ അല്ലെങ്കിൽ ഇവന്റ്സിനൊക്കെ പോകുമ്പോൾ മൈക്ക് യൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ, സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ, ദേ വിൽ നോട്ട് ഗോ ബിക്കോസ് ദേ നോ ഇഫ് ഐ ഗെറ്റ് നോയ്സ് എന്തായാലും തിരിച്ചു വന്നാൽ രാത്രി തുടങ്ങും എൻ്റെ മൈഗ്രെയിൻ അറ്റാക്ക്. സോ ഐ വിൽ നോട്ട് ഗോ ദർ, ഓർ എൽസ് പെയിൻ കില്ലർ കഴിച്ചിട്ട് റെഡി ആയിട്ട് പോകും ആ പരിപാടിക്ക്. കാരണം പെയിൻ ഫ്രം നോയ്സ് എന്തായാലും തലവേദനിക്കും. അതുപോലെ ലിവർ സിംറ്റംസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് as I said, sensation as if top would fly off. Okay, that was Yucca filamentosa. This indigo tinctoria.
സോ ഇതൊരു ഇപ്പിക്കാക്ക് പോലെയുള്ളത് നമുക്ക് നോഷ്യ ഉണ്ടാവും. അത്ര വോമിറ്റിംഗ് അല്ല, മോർ ഓഫ് നോഷ്യ, കൺവൾഷൻസ്, സെൻസേഷൻ ഓഫ് ബാൻഡ് അറൌണ്ട് ഫോർഹെഡ്, സെൻസേഷൻ ത്രൂ ദ ഹോൾ ഹെഡ്, എല്ലാവരുടെയും ഫോർഹെഡിൽ ബാൻഡും പിന്നെ ഒരു ഹെവിനെസ് കൈൻഡ് ഓഫ് സെൻസേഷൻ ഓൺ ദ ഹോൾ ഹെഡ്, സെൻസേഷൻ ആസ് എ ദ ബ്രെയിൻ വെയർ ഫ്രോസൺ. ഇത് പേഷ്യൻസ് ഡയറക്ട്ലി വന്ന് പറയാറുണ്ട് ബ്രെയിൻ ഫ്രീസ് എന്ന്. ഇവിടെ ഇംഗ്ലീഷിൽ ബ്രെയിൻ ഫ്രീസ് എന്ന് പറയും. അപ്പൊ ബ്രെയിൻ ഫ്രീസ് ആയിന്ന് ഐ ഡോണ്ട് നോ ഇഫ് യു ഹാവ് എക്സ്പീരിയൻസ്ഡ് ഐസ്ക്രീം. നമ്മൾ ഐസ്ക്രീം പെട്ടെന്ന് കഴിച്ചാൽ കുട്ടികളെ യൂഷ്വലി കുട്ടികൾക്ക് ഇത് വരാറുണ്ട്. കാരണം കുട്ടികൾ ഒരു ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ഒരു വെപ്രാളം, ഒരു അപ്ലാദം കാണിച്ചിട്ട് ഒരു പെട്ടെന്ന് എടുത്ത് കഴിക്കും. സ്പെഷ്യലി ഇഫ് യു ആർ ഹാവിങ് എ പാർട്ടി. എൻ്റെ വീട്ടിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികളുടെ പാർട്ടിയിൽ അപ്പോൾ കുട്ടികൾക്ക് ഐസ്ക്രീം കൊടുക്കുമ്പോൾ കുട്ടികൾ പെട്ടെന്ന് ഒരു സ്പീഡിൽ കഴിച്ചാൽ ഒരു ബ്രെയിനിന് ഒരു എഫക്റ്റ് ആവും. If anybody of you have experience, you will understand. You actually feel the brain has gone very cold, and that coldness you cannot tolerate because it is not cold, it is frozen. തണുത്ത ഫ്രീസറിൽ അല്ലെങ്കിൽ ഐസിൽ നമ്മൾ ഐസ് ക്യൂബിന് കൈ പിടിച്ച വിരലുകളൊക്കെ പെട്ടെന്ന് ഒരു ടിംഗ്ലിംഗ്, നംനെസ് ആൻഡ് പെയിൻ വരില്ല. അതുപോലെ യു വിൽ ഫീൽ ദാറ്റ് ഇൻസൈഡ്. സോ വെൽ ടോക്കിംഗ് ഐ ക്യാൻ ടെൽ യു, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കുട്ടികൾ വീട്ടിൽ ഐസ്ക്രീം കഴിച്ച ഉടനെ പെട്ടെന്ന് കഴിച്ച കാരണം ബ്രെയിൻ തണുത്തിട്ട് കരയും. അവർക്ക് അത് പറയാൻ അറിയില്ല എന്താണ്. അപ്പൊ അമ്മയെ തലവേദനിക്കുന്നു ആൻഡ് ദേ വിൽ റൺ ഔട്ട്സൈഡ്. സോറി, ഐ എം നോട്ട് talking about indigo, I'm talking about Pulsatilla. So this is Pulsatilla is a specific remedy if you want to give for brain freeze after eating ice cream ameliorated by rushing outside or going in open air. ഇത് Pulsatilla ഉള്ള റെമഡിയാണ്, സിംറ്റം ആണ്. അപ്പം അക്യൂട്ട് ആയിട്ടുള്ള ഐസ്ക്രീം കഴിച്ചിട്ടുള്ള ബ്രെയിൻ ഫ്രീസ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ പറയുന്ന തലവേദന അമിലറേറ്റഡ് ബൈ ഓപ്പൺ എയർ. Pulsatilla is one remedy. Indigo has got such a sensation as if brain are frozen. Okay, അപ്പം gloomy cries at the night. This is very characteristic. സന്ധ്യ നേരം ആകുമ്പോൾ ഒരു പാരൻസ് വന്ന് പറയും, കുട്ടികളൊക്കെ ആണെച്ച പാരൻസ് പറയും, സന്ധ്യ നേരമായ ഇവള് വാടിക്കൊണ്ടിരിക്കും, ഒരു വിഷമത്തിലോ ദുഃഖത്തിലോ ഇരിക്കുന്ന പോലെ വാടിക്കൊണ്ടിരിക്കും. അവൾക്ക് ആ ചെറിയും കളിയും രാവിലത്തെ പകലുള്ള ഉല്ലാസമൊക്കെ കുറഞ്ഞിട്ട് ഒരു കരച്ചലിന്റെ മട്ടിലാവും. പിന്നെ രാത്രി ആവും തോറും ഇവളുടെ കരച്ചിൽ തുടങ്ങും. സോ ദിസ് ഇസ് വെരി ക്യാരക്ടറിസ്റ്റിക്. ഔട്ട് ഓഫ് നോ വെയർ ദ ചൈൽഡ് ഓർ ദ പേഷ്യന്റ് വിൽ ബിഹേവ് ലൈക്ക് ദാറ്റ്, ആൻഡ് ദാറ്റ് റെമഡി, ഐ മീൻ ദാറ്റ് സെന്റൻസ് ഇസ് ക്ലിയർലി റിട്ടേൺ ഇൻ അവർ Materia Medica. Gloomy cries at night. Hair feels pulled from vertex. Sensation as if the brain is frozen. Vertigo with nausea. അപ്പോൾ ഹെഡേക്ക് ഉള്ള സമയത്ത് ഇതൊക്കെ ക്യാരക്ടറിസ്റ്റിക് ആണ്. സോ ദെൻ വി ക്യാൻ പ്രിസ്ക്രൈബ് ഇൻഡിഗോ ടിൻചോറിയ. Okay, this is another very nice remedy. ഇതും വൺ ഓഫ് ദ മസ്റ്റ് റെമഡീസ് ആണ്. ഇപ്പോൾ ഇതൊക്കെ ചില റെമഡീസ് നമ്മൾ പറയില്ല നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്ന്, അതുപോലെയുള്ളതാണ്. A headache with anxiety as if something is going to happen, must have fresh hair, surging of blood to the head and face, sensation as if blood would start through the skin with heat and redness, flushing followed by sweat at climacteric. Climacteric എന്ന് പറഞ്ഞാൽ മെനോപോസൽ സമയത്തും ഈ ഒരു പ്രസന്റേഷൻ കാണും. ഭയങ്കര തലവേദനയും ഭയങ്കര വെപ്പറാളും. അപ്പോൾ ആ എൻസൈറ്റിയുടെ ഇന്റൻസിറ്റി ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ആർസനിക് എന്തെങ്കിലും കൊടുത്തു നോക്കും, ചിലപ്പോൾ അത് സക്സസ് ആവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രസന്റേഷൻ, ഹെഡേക്ക് വിത്ത് എൻസൈറ്റി, വിത്ത് സ്വെറ്റിംഗ് ഉണ്ടാവും, ഫ്ലഷിംഗ് ഉണ്ടാവും, ഫേസ് ഒക്കെ റെഡ് ആയിട്ട്. അപ്പോൾ കാറ്റ് ഫാനിൽ ഇരിക്കണം അല്ലെങ്കിൽ ഓപ്പൺ ഫ്രഷ് എയറിൽ വെളിയിൽ പോയിരിക്കണം. ദേ നീഡ് ലോട്ട് ഓഫ് എയർ. Throbbing, അത് പറയല്ലോ, പൾസേഷൻ, too much of flushing, blood rushing towards your head, so you can really feel that your ears are throbbing. So that is the characteristic indication for amyl nitrate. Okay, next remedy is showing dull in the morning, clear in the evening, mistakes in writing and adding. ഇതൊരു നല്ല ഒരു സിംറ്റം ആണ്. അതുപോലെ ഇമോഷണൽ ആൻഡ് ഫിജിഡിറ്റി. തലവേദന സമയത്ത് സ്പെഷ്യലി കുട്ടികളൊക്കെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്തിട്ട് എങ്ങനെ ഒരു ഫിജിഡിറ്റി ബിഹേവിയർ കാണിക്കും. തുണീൻ്റെ ഇടയ്ക്ക് യു അണ്ടർസ്റ്റാൻഡ് ഹൗ ഫിജിഡിറ്റി ഈസ്. സോ ദാറ്റ് ഈസ് വെരി ക്യാരക്ടറിസ്റ്റിക്. അപ്പോൾ തലവേദന പറഞ്ഞ ഒരു മുക്കിലിരിക്കും അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കും, ബട്ട് ദേ വിൽ ഹാവ് ലോട്ട്സ് ഓഫ് ഫിജിഡിറ്റി ഇൻ ദർ എക്സ്ട്രിമിറ്റീസ്. വെറുതെ ഒരു ഭാഗത്ത് ഇരുന്നു എന്ന് വരില്ല, എന്തെങ്കിലുമൊക്കെ നോണ്ടിക്കൊണ്ടിരിക്കുന്ന വരില്ല. സോ ദാറ്റ് ഈസ് എ വെരി ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദിസ് റെമഡി. പകലൊക്കെ എങ്ങനെ ഒരു തളർച്ചയും വയ്യായും ക്ഷീണം എന്നൊക്കെ പറഞ്ഞിരിക്കും കുട്ടികൾ. ഒരു സന്ധ്യ നേരം ആവുമ്പോൾ വെരി ലോഡഡ് വിത്ത് എനർജി. സോ ഡൾ ഇൻ ദ മോർണിംഗ്, ക്ലിയർ ഇൻ ദ ഈവനിങ്. മിസ്റ്റേക്സ് ഇൻ റൈറ്റിംഗ് ആൻഡ് ആഡിങ്, ഇതും ക്യാരക്ടറിസ്റ്റിക്. ഇപ്പൊ നമ്മൾ കണ്ട റെമഡീസിലൊക്കെ കാണണ്ടല്ലോ, ഒരു ഹെഡേക്കിന്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതുപോലെ ഹെഡേക്കിന്റെ കൂടെ വരുന്നതാണ്
തെറ്റ് പറ്റും. കുട്ടികൾ സ്പെഷ്യലി കണക്ക് എക്സാം സമയങ്ങളിൽ അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യുന്ന സമയങ്ങളൊക്കെ ചെയ്ത് വന്ന കാര്യങ്ങൾ പഠിച്ച് വന്ന് നല്ലപോലെ 2+2=4 അറിയുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തെറ്റ് ചെയ്യും. സോ മിസ്റ്റേക്സ് ഇൻ റൈറ്റിംഗ് ആൻഡ് ആഡിങ്. Tenacious yellow mucus in nose. Now this is very characteristic. I have rarely given, I don't think once or something I have given, but I've heard, I have known masters in Mumbai and North India using this remedy often. So this is another very nice remedy. ഇതിപ്പോ ഇത് എനിക്ക് ഐ തിങ്ക് ദിസ് ഇസ് എ വെരി നോൺ റെമഡി. ഇത് നമ്മൾ പല സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാറുണ്ട്. ജസ്റ്റീഷ്യ. സോ ദിസ് ഈസ് ഹോട്ട്, ഹെഡേക്ക്, ഇറിറ്റേബിൾ, സെൻസിറ്റീവ് ടു എക്സ്റ്റേണൽ ഇംപ്രഷൻസ്. എക്സ്റ്റേണൽ ഇംപ്രഷൻസിൽ എല്ലാം എന്ത് പറഞ്ഞാലും ശരി, നോയ്സ്, സൗണ്ട്, സ്മെല്ല്, അങ്ങനത്തെ ഒക്കെ ഓരോന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾക്കും ദേ ബിക്കം വെരി ഇറിറ്റേറ്റഡ്. ആൻഡ് ദാറ്റ് ഇറിറ്റേഷൻ വിൽ ലാൻഡ് അപ്പ് വിത്ത് ലോട്ട്സ് ഓഫ് ഹെഡേക്ക്. So headache is with sensitiveness towards everything around. Hot, full and heavy head. Lacrimation with coryza, profuse, fluent with constant sneezing. അപ്പോൾ ഇന്നലെ നമ്മൾ സംസാരിച്ച ഹേ ഫീവറിനെ പറ്റി കുറച്ച് സംസാരിച്ചില്ല. അതുപോലെ ഒരു ഹേ ഫീവറിന്റെ ഒരു മട്ടും ഭാവമൊക്കെ കാണും. ബട്ട് ദർ ഈസ് ഹെഡേക്ക് ആൻഡ് ഇറിറ്റബിലിറ്റി. സോ ദിസ് ഈസ് അനദർ വെരി നൈസ് റെമഡി. ഇത് ടെക്സ്റ്റ് ബുക്സിൽ ക്ലിയർലി എഴുതിയിട്ടുണ്ട്. സിവിയർ അഗ്രിവേഷൻ ഹാവ് ബീൻ നോട്ടീസ് ഫ്രം ലോവർ പൊട്ടൻസി. അപ്പോൾ ഇത് മിക്കവാറും നമ്മൾ ഇപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ റെമഡീസ് മദർ ടീച്ചർ ഫോർമാറ്റിലൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞത്, ദിസ് റെമഡി സേസ് യു ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം തേർഡ് പൊട്ടൻസി ആൻഡ് യു ഹാവ് ടു ഗോ ഹയർ ബിക്കോസ് lower potency shows aggravation. Okay, so this is one clear indication for this remedy. Okay, അപ്പം അത്രേ ഉള്ളൂ എന്നാ എനിക്ക് തോന്നുന്നത്. Now I have got remedies for headache in the rest of the PPT, but I think I don't have to discuss about that because അതൊക്കെ നമുക്ക് അറിയുന്ന റെമഡീസ് ആണ്. Rare remedies which I wanted to complete yesterday was this. Again, ഇതിപ്പോ ഡോസസ് ഇതിപ്പോ ഞാൻ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. അതന്നെയാണ് 1 drop in a cup of water, a teaspoon to be taken immediately and repeated every 15 minutes till relieved. Okay, relief കിട്ടിയ you have to stop. That is important. Generally 2 doses will relieve. നമ്മൾ rare ആണ് characteristic ആയിട്ടുള്ള PQRS LSMC ഒന്നും ഇല്ലാത്ത അവസ്ഥയ്ക്ക് 3-4 പ്രിസ്ക്രിപ്ഷൻ സിംറ്റംസിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം you will definitely see relief in 2 or 3 doses. Withdrawal of conventional results. Appo idu results amane benefits. What is the benefit? I have already discussed this. Withdrawal of conventional painkillers, because this remedy is giving instant relief. So the patient will not take painkillers. So he is coming out of that suppressed state, and then definitely you're getting a clear drug picture. So again, this I was been telling throughout, use lesser known or less commonly used remedies to get a clear drug picture and thereby reach the minimum in cases of chronic cases with history of suppression. അപ്പം ഇത് ഞാൻ ഇന്നലെ പ്രിപ്പയർ ചെയ്തായിരുന്നു, ബട്ട് ഐ തിങ്ക് ഐ ഹാവ് വെർബലി ടോൾഡ് ഓൾ ദീസ് തിങ്സ്. ഓക്കെ, അപ്പം ഈ ഒരു സ്ലൈഡ് ഞാൻ പർപ്പസ്ലി ഇപ്പൊ ഇന്ന് രാവിലെ ആഡ് ചെയ്തായിരുന്നു. കാരണം എൻ്റെ അടുത്ത് ഇപ്പൊ ഇന്നലെ ഡോക്ടർ ഹരിഹരൻ സാർ നല്ല ഒരു കാര്യം പറഞ്ഞിരുന്നു. സാർ ഇതുപോലെ റെയർ റെമഡീസും ടിൻചേഴ്സും ഒന്നും അത്ര യൂസ് ചെയ്യാറില്ല. പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയില്ലേ, അപ്പൊ ആ ഒരു കറക്റ്റ് പ്രിസ്ക്രിപ്ഷനിൽ സക്സസ് കിട്ടിയിട്ടുണ്ടെന്ന്. ആൻഡ് ദാറ്റ് ഈസ് വെരി വെരി ട്രൂ. മോസ്റ്റ് ഓഫ് ദ മാസ്റ്റേഴ്സ്, ഐ വിൽ അഗെയിൻ റിപ്പീറ്റ് മാസ്റ്റേഴ്സ്, ബിക്കോസ് ഇപ്പൊ ഈ കത്തികളുടെ എക്സാമ്പിൾ തന്നിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ പല രീതിയിലുള്ള കത്തികളുണ്ട്. മീൻ വെട്ടാനുള്ള കത്തി വേറെ, ഇറച്ചിയുടെ കത്തി വേറെ, പച്ചക്കറികൾക്കുള്ള കത്തി വേറെ. ഓക്കെ, സോ വി ഹാവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നൈഫ്സ് ഫോർ ഡിഫറെന്റ് പർപ്പസ്. ബട്ട് ഷെഫ് എന്ന് പറയുന്ന ഒരാളുടെ ഡ്യൂട്ടി എന്താന്ന് വെച്ചാൽ ദേ ഹാവ് ടു ഫോക്കസ് ഓൺ എവറിത്തിങ്. ഇറച്ചി കടയിൽ ഇറച്ചി വെട്ടുന്ന ആൾക്ക് ഇറച്ചി മാത്രം ചെയ്താൽ മതി, മീനുകാരിയുടെ മീൻ മാത്രം വെട്ടി നുറുക്കി കൊടുത്താൽ മതി. സോ അതുപോലെ അടുക്കളയിൽ സ്ഥിരം അടുക്കളയിൽ ജോലി ചെയ്യുന്ന അമ്മമാർക്ക് മിക്കവാറും പച്ചക്കറികളാണ് മോസ്റ്റ് ഓഫ് ദ ടൈം. അപ്പോൾ ദേ വിൽ ഫോക്കസ് ഓൺ വൺ പർട്ടിക്കുലർ തിങ്. സോ ദേ വിൽ ഹാവ് ദ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് എ ടൂൾ ടു എക്സിക്യൂട്ട് ദ ജോബ് ദാറ്റ് ദേ വാണ്ട് ടു ഡു. ബട്ട് വെൻ യു സേ ഷെഫ്, master chef, he has to be an all-rounder. He should have everything. But the quality of the chef's knife is he will keep one big, long, large knife. ആ നൈഫ് കൊണ്ട് പലതും ചെയ്യാനുള്ള കഴിവുകൾ ആ ഷെഫിൻ്റെ ഉണ്ട്. ഓക്കെ, അതുപോലെയാണ് നമ്മളുടെ ഹോമിയോപ്പത്തിക് പ്രിസ്ക്രിപ്ഷൻ. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ഈസ് വി ഓൾ ആർ സ്റ്റുഡൻസ്, വി ഓൾ ലേൺ, വി അപ്ഗ്രേഡ് അവർ സെൽഫ്, വി അപ്സ്കിൽ അവർ സെൽഫ്. അപ്പൊ നമ്മളെല്ലാവരും അത്രയും കഴിവുകളും പ്രാക്ടീസ് ആൻഡ് എക്സ്പീരിയൻസ് ചെയ്ത് വരുമ്പോൾ we can reach to a state like Dr. Hariharan said yesterday, like they don't need this kind of tools. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ റെയർ റെമഡി അല്ലെങ്കിൽ പിന്നെ ബാച്ച് ഫ്ലവർ അല്ലെങ്കിൽ സ്പെസിഫിക്, ഇതൊക്കെ ഓരോന്ന് ടൂൾസ് ആണ്. അപ്പൊ നമുക്ക്
നമുക്കെന്നാ ഞാൻ പറയുന്നത് പിന്നെയും പറഞ്ഞു തരുന്നത് not very experienced, still students, junior homeopaths, new students. Okay. So we all who are still in the learning phase, we need to understand what are the different tools you need. Because if നമ്മൾ കട്ട്ലറി കുക്കിംഗ് പഠിക്കാൻ വേണ്ടി കയറുമ്പോൾ കുട്ടികൾക്ക് ഈ എല്ലാം ടൂൾസും വച്ചിട്ട് ആദ്യം ടൂൾസിന്റെ മീനിങ് പറഞ്ഞു കൊടുക്കും, ആ ടൂൾസ് എവിടെ യൂസ് ചെയ്യണമെന്നും പറഞ്ഞു കൊടുക്കും, ആ ടൂൾസ് ഏതേത് സിറ്റുവേഷൻസിൽ എങ്ങനെ യൂസ് ചെയ്യണമെന്നും പറഞ്ഞു കൊടുക്കും. പ്രാക്ടിക്കൽ is also been shown. But the master chef don't have to know that. The master chef will work with one big knife. അപ്പൊ അതുപോലെയൊക്കെയാണ് നമ്മളുടെ സിറ്റുവേഷൻസും. സോ വാട്ട് ഐ എം ട്രൈങ് ടു again and again explain here is, especially in IFPH, we get to listen to different types. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ബാച്ച് ഫ്ലവർ റെമഡി ആരായിരുന്നു? ഡോക്ടർ ഗോപാൽ കൃഷ്ണൻ, പേര് തെറ്റിപ്പോവും. ബട്ട് ഹീസ് എ മാസ്റ്റർ ഇൻ ബാച്ച് ഫ്ലവർ റെമഡീസ്. അപ്പൊ ഈ മൈഗ്രൈൻ്റെ ടോപ്പിക്കും കൊണ്ട് ഇപ്പോൾ ഒരു മാസ്റ്റർ ബാച്ച് ഫ്ലവർ റെമഡിയുടെ മാസ്റ്ററിൻ്റെ അടുത്ത് പോയിരുന്ന ഹി വിൽ ഗീവ് റെമഡീസ് വിച്ച് ക്യാൻ ഹെൽപ്പ് മൈഗ്രെയിൻ പേഷ്യൻസ് വിത്ത് ബാച്ച് ഫ്ലവർ റെമഡീസ്. That is because he has mastered his own weapon in such a way that he can use it successfully. Appa adupole we are all learning how to use these instruments. Finally, at the end of the day, every homeopath has to decide which tool am I going to use for which case. And at the end of his growth phase, he can decide which major tool he is going to carry throughout the last phase. ഞാൻ പറഞ്ഞില്ല, എൻ്റെ അച്ഛനും ഇതുപോലെ കുറേയൊക്കെ സ്റ്റാർട്ടിങ്ങിലൊക്കെ അച്ഛൻ്റെ കൂടെ പഠിക്കുമ്പോൾ റെയർ റെമഡീസ്, ബട്ട് ഓഫ് ലേറ്റ് കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട് ഐ ഓൾസോ സീ ആൻഡ് ഐ ഹവ് സീൻ ദിസ് ഫ്രം മെനി അതർ മാസ്റ്റേഴ്സ് ഓൾസോ. ഡയറക്റ്റ് പ്രിസ്ക്രിപ്ഷൻ 10 മിനിറ്റ് സംസാരിച്ചു, പ്രിസ്ക്രൈബ് ചെയ്തു, റിപ്പീറ്റ് ചെയ്തു, കാര്യം കഴിഞ്ഞു. ബട്ട് വി ഓൾ ഹാവ് ടു ലേൺ ദിസ്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് നോളജ് ഷെയറിംഗ്. സോ ദാറ്റ് ഈസ് വാട്ട് ദ ഹോൾ IFPS session is about. So I think I will stop here. I have got slides on simple remedies. Simple remedies alla, the most common, well celebrated remedies of migraine. But I think I will stop here because this whole session was all about rare remedies. അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. Thank you very much. I think we have enough time for anybody to share their knowledge. ഓക്കെ പത്മപ്രിയ ഡോക്ടർ, എന്തായാലും റെയർ റെമഡീസിൽ കൂടെ ഉള്ളൊരു എത്തിനോട്ടം എന്തൊക്കെയാണ് റെയർ റെമഡീസ് മൈഗ്രെയിൻ ഉള്ളത് എന്നുള്ളത് നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കി. നേരത്തെ പത്മപ്രിയ ഡോക്ടർ പറഞ്ഞു ബാഷ് ഫ്ലവർ റെമഡിയുടെ ഉസ്താദായിട്ടുള്ളത് ഗോപികൃഷ്ണൻ ഡോക്ടർ. ഗോപികൃഷ്ണൻ. അദ്ദേഹം പാലക്കാട് ജില്ലയില് ആയിരുന്നു, ഗവൺമെന്റ് സർവീസില് DMO ആയിട്ട് റിട്ടയർ ചെയ്ത ഡോക്ടറാണ്. He's a very great person. Other batch flower remedies, ഇവിടെ UK especially batch flower remedies prescribe ചെയ്യുന്നുണ്ടെങ്കിൽ you have to do a certification course, and once you have a certification course you can start with batch flower remedies. So I was like, why should I go for the certification? നമുക്ക് ഇവിടെ ഇരുന്നിരിപ്പലും മാസ്റ്റേഴ്സ് നമുക്ക് നല്ല ട്രെയിനിങ് തരുമ്പോൾ the best way to study homeopathic materia medica is not books, it's from the masters. This is what I have learned. So this is where IFPH is playing a great role in building the future of homeopathic science. We are getting direct knowledge from the masters here. Okay. ഇനി എന്താണ് ഡോക്ടർ സംശയങ്ങള് ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെ എന്തെങ്കിലും കുറച്ചുപേര് നോട്ടൊക്കെ എഴുതിയെടുക്കുന്നുണ്ട്, അവർക്ക് ഇത്തിരി സ്പീഡിൽ പോയത് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. പിന്നെ അല്ലെങ്കിൽ മൈഗ്രെയിനെ കുറിച്ചുള്ള അനുഭവങ്ങൾ മറ്റു ഡോക്ടേഴ്സിനും പങ്കുവയ്ക്കാം. ഇതുപോലെ ഏതെങ്കിലും റെയർ റെമഡീസ് മൈഗ്രെയിൻ ഉപയോഗിക്കുന്നുണ്ടോ, അതേ പോളിക്രിസ്റ്റ് മാത്രമാണോ ഉപയോഗിക്കുന്ന, ആർക്ക് വേണമെങ്കിലും അവരവരുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാം. ഹരിഹരൻ സാറൊക്കെ വന്നിട്ടുണ്ടല്ലോ, ഇപ്പൊ കാണുന്നില്ലേ? എല്ലാവർക്കും ആശയവിനിമയം ചെയ്യേണ്ട സമയമാണ്. എല്ലാവർക്കും ആശയവിനിമയം ചെയ്യാം. സംശയങ്ങളുണ്ടെങ്കിൽ പത്മപ്രിയ ഡോക്ടറോട് ചോദിക്കാം. ഓരോരുത്തരായിട്ട് ഹാൻഡ് റൈസ് ചെയ്യുകയോ അഭിപ്രായം പറയുകയോ ഒക്കെ ചെയ്താൽ വളരെ നന്നായിരിക്കും. ആരും വരുന്നില്ലേ? ഹരിഹരൻ സാർ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങോട്ട് പോയി. ഔട്ടായിപ്പോയെന്ന്.
ഓക്കെ, ആരും വരുന്നില്ല എന്നുണ്ടെങ്കിൽ മീൻവൈൽ യു ക്യാൻ സ്റ്റോപ്പ് മീ. ആരെങ്കിലും എന്തെങ്കിലും ഹാൻഡ് റൈസ് ചെയ്യാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ സ്റ്റോപ്പ് മീ. ആ, രണ്ടുപേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഡോക്ടർ. ഓക്കെ ഓക്കെ. ലതാ മനോഹരൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. നമസ്കാരം ഡോക്ടറെ. നമസ്കാരം. മെനിയാന്തസ് ടൈഫോളിയ എന്ന് പറഞ്ഞ ഒരു മെഡിസിനെ പറ്റി പറഞ്ഞായിരുന്നല്ലോ, അതിന്റെ സിംറ്റംസ് കിട്ടിയില്ല കേട്ടോ, അതൊന്ന് പറഞ്ഞു തന്നാ മതി. ഏതാ? മെനിയാന്തസ് ടൈഫോളിയ ഇന്ന് തുടങ്ങിയത് ഫസ്റ്റ്. ഇന്ന് തുടങ്ങിയത്. അതാണ് നമുക്ക് എഴുതാൻ പറ്റിയില്ലായിരുന്നു അതിന്റെ സിംറ്റംസ്. ഒരു മിനിറ്റ്. അത് ഞാൻ ഐ തിങ്ക് yesterday we spoke about that. മെനിയാന്തസില് patient, are you writing down? If you want to write, I can share the slide once again. ഓക്കെ, ഞാൻ ഷെയർ സ്ലൈഡ് പിന്നെ ഒന്ന് ചെയ്യാം. അപ്പം പേഷ്യന്റിന് പേടിയാണ്. എന്റെ സ്ലൈഡ് കാണുന്നുണ്ടോ അപ്പം? കാണുന്നുണ്ട് ഡോക്ടർ. ഫിയർ ഓഫ് ബീയിങ് അലോൺ വിത്ത് ഹെഡേക്ക്. അപ്പൊ മിക്കവാറും പേഷ്യൻസിന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക് തലവേദനയൊക്കെ ഉണ്ട്, ബട്ട് ഭയങ്കര പേടിയാ, തന്നെ ഇരിക്കാനുള്ള ഒരു പേടി, ബിക്കോസ് ദേ ഹാവ് ദിസ് ഫോർസേക്കൺ ഫീലിംഗ്. ദാറ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്. പിന്നെ ഇത് പറഞ്ഞ പോലെ സിലീഷ്യ, ഇഗ്നീഷ്യ, ജൽസീമിയം ആ ഒരു പ്രസന്റേഷൻ ആയിട്ട് തോന്നും നമുക്ക്. ഓക്കെ, I'll keep the slide up so you can write down if you want. ഇത് മാത്രമല്ലേ ഉള്ളൂ സംശയം? സ്ലൈഡ് ഡോക്ടറെ, സ്ലൈഡ് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് അടുത്ത ആളുടെ സംശയം കൂടെ ചോദിക്കാം. ഇനി സ്ലൈഡിൽ തന്നെ ഉള്ളതാണെങ്കിൽ. ഓക്കെ ഓക്കെ ഓക്കെ, ഡോക്ടർ ജിബി ജോജു, ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോ. ഡോക്ടർ ജിബി മ്യൂട്ടഡ് ആണോ? ഇപ്പൊ കേക്കാമോ? കേക്കാം. കേക്കാമോ? ഞാൻ ഡോക്ടർ ജിബി ജോജു, കോതമംഗലത്തു നിന്നാണ്. കോതമംഗലം. ഓക്കെ, കോതമംഗലം. എനിക്ക് ഒരു ഡൗട്ട് വെക്കാൻ വേണ്ടിയാ, മൈഗ്രെയിന്റെ ഡൗട്ടാണ്. എന്റെ പേഷ്യന്റ് മിനിഞ്ഞാന്ന് വന്ന് ഒരു 5 ദിവസമായി വന്നിട്ട്. കേക്കാമോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. വന്നിട്ട് അത് പുള്ളിക്കാരി പെട്ടെന്ന് ഒരു ടീച്ചറായിരുന്നു. അപ്പൊ പെട്ടെന്ന് മാനേജ്മെന്റ് വലിയ കാരണമൊന്നും ഇല്ലാണ്ട് ഈ ടീച്ചറിനെ കുറച്ചു പേരെ പറഞ്ഞു വിട്ടു ആ സ്കൂളിൽ നിന്ന്. അപ്പം സ്കൂളിൽ നിന്ന് പെട്ടെന്ന് പറഞ്ഞു വിട്ടപ്പോ അതൊരു ടെൻഷനായി. കാരണമൊന്നുമില്ലാതെയാണ് കുറച്ചു പേരെ അവിടെ നിന്ന് മാറ്റി പുതിയ ആൾക്കാരെ വെക്കാൻ വേണ്ടിയായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാരിക്ക് അതിനേക്കാളും നല്ലൊരു സ്കൂളിൽ പോകണമെന്നൊരു വാശിയായി. അങ്ങനെ വേറെ സ്കൂളിൽ കിട്ടി. പക്ഷെ ആ സ്കൂളിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ലാപ്ടോപ്പിലാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അന്നേരം സ്ട്രെസ് വന്നിട്ട് ഒരാഴ്ച കൊണ്ട് ഈ ലാപ്ടോപ്പ് മുഴുവൻ നോക്കിയിരുന്നിട്ട് പെട്ടെന്ന് മൈഗ്രെയിൻ വന്ന് അലോപ്പതിയിൽ പോണ്ടി വന്നു. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയാണ് ഇത് സംഭവിച്ചത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ അടുത്ത് വന്നു. മൈഗ്രെയിൻ്റെ എന്തോ ഒരു ടാബ്ലറ്റ് ഒക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് സിംറ്റംസ് എന്നോട് പറഞ്ഞത് മൈഗ്രെയിൻ ഫോർഹെഡിൽ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് ബാക്ക് ഓഫ് ഹെഡ്, അതായത് നെക്കിലും ബാക്ക് ഓഫ് ഹെഡിലും ഭയങ്കര പെയിൻ ആണ്. സ്റ്റാർട്ട്സ് ഇൻ ഫോർഹെഡ് ആൻഡ് അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഭയങ്കര ബാക്ക് ഓഫ് നെക്കിലേക്കാണ് പോണത്. പിന്നെ വോമിറ്റിംഗ് സെൻസേഷൻ വരും. വൊമിറ്റ് ചെയ്യുമ്പോൾ കുറേ നേരം കഴിഞ്ഞിട്ട് കുറച്ചൊരു ആശ്വാസം കിട്ടും. ഒരു ഏക്കിംഗ് ആണ്, ഭയങ്കര ഇങ്ങനെ ഏക്കിംഗ് പെയിൻ എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക, ഒരു വിങ്ങുന്ന മാതിരിയുള്ള പെയിൻ ആണ് വരുന്നത്. പുള്ളിക്കാരൻ നല്ല ഹോട്ട് പേഷ്യന്റ് ആണ്, ടേസ്റ്റ് ഒക്കെ ഉള്ള ഒരു ഇതാണ്. അപ്പൊ ഒരു ടെൻഷൻ, ഒരു ഗ്രീഫ്, അതായത് ഒരു ടെൻഷൻ ഉണ്ടല്ലോ അതിനകത്ത് ബാക്കില്. അപ്പൊ ആദ്യമായിട്ടാണ് മൈഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ അത് നമ്മളെ എന്തായിരിക്കും അതിനകത്ത് ഞാൻ ഇഗ്നീഷ്യ അക്കണൈറ്റും ഒക്കെയാ കൊടുത്തത്. ഇഗ്നീഷ്യ അക്കണൈറ്റ് ഒക്കെയാണ് ഞാൻ കൊടുത്തത്. ഓക്കെ, ഫസ്റ്റ്ലി താങ്ക് യു വെരി മച്ച് ഫോർ ദിസ് ക്വസ്റ്റ്യൻ. കാരണം ഞാൻ ഈ മരുന്നിനെ പറ്റി പറഞ്ഞില്ല. അത് പറയാത്ത കാരണം ദിസ് ഇസ് നോട്ട് യൂഷ്വലി, ഞാൻ പറഞ്ഞില്ല ഇത്രയും നേരം ഞാൻ പറഞ്ഞു വന്നത് കണ്ടാമിനേറ്റഡ് കേസസ് പോലെയുള്ള കേസസിനാണ്. അപ്പൊ ഈ മരുന്ന് ഇത് അക്യൂട്ട് കേസ് ഓഫ് മൈഗ്രെയിൻ ആയിരിക്കാം, അല്ലെങ്കിൽ അക്യൂട്ട് കേസ് ഓഫ് ഹെഡേക്ക് ആയിരിക്കാം. So this is a very nice case. I'll explain. ഇതിൽ എന്ത് പറ്റിയെന്ന് വെച്ചാൽ there is too much of mental exertion. Mental exertion രണ്ട് സ്ഥലത്തും ഉണ്ട്. There is ആ ജോലി പോണ മുമ്പുള്ള ഒരു സ്ട്രെസ്, പിന്നെ ആ ജോലി പുതിയ ജോലി പുള്ളിക്കാരി ഉപേക്ഷിച്ചു. നമ്മളുടെ റെപ്പർട്ടറി, നമ്മളുടെ മെറ്റീരിയൽ മെഡിക്കൽ എഴുതുന്ന വാക്ക് മെന്റൽ എക്സേർഷൻ. അപ്പൊ നമ്മളിപ്പോ ഈ ഡേ ടു ഡേ ലൈഫിൽ പറയുന്നത്
ജോലി മാറേണ്ടി വരുമല്ലോ, ടീച്ചർ റിസൈൻ ചെയ്യുന്ന സമയത്ത് ചെയ്യാനുള്ള ഓവർ വർക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ നാണക്കേട്. സോ ദിസ് വേർഡ്സ് എവറിത്തിങ് ടുഗെദർ ഇസ് നോൺ ആസ് മെന്റൽ എക്സേർഷൻ. ഓക്കെ, ബിക്കോസ് ഓക്കെ. ഇതൊക്കെ മൈൻഡിന് സ്ട്രെയിൻ ആണ്. അപ്പൊ അതെ. മെറ്റീരിയൽ എഴുതിയിരിക്കുന്നത് മെന്റൽ എക്സേർഷൻ. ദിസ് മെഡിസിൻ ഹാസ് ഗോട്ട് ഹെഡേക്ക്. ഇവിടുന്ന് തുടങ്ങും ഓക്സിപിറ്റലാണ്. ഹെഡ് മൊത്തം തുടങ്ങും, അത് കഴിഞ്ഞ് ബാക്കിലേക്ക് പോകും, ഹെഡിന്റെ ബാക്കിൽ പോകും, പിന്നെ നെക്കിന് ഭയങ്കര പെയിൻ ആണ്, നെക്കിന്. നെക്കിലുണ്ടാവും. പിന്നെ വൺ ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് അമിലറേഷൻ ഈസ് ബെറ്റർ ബൈ കോൾഡ് അപ്ലിക്കേഷൻ. അതിപ്പോ നിങ്ങളുടെ പേഷ്യന്റിൽ നിങ്ങൾ പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ പറയണേ. അത് അങ്ങനെ പറഞ്ഞില്ല, പുള്ളിക്കാരി ഒരു ഹോട്ട് പേഷ്യന്റ് ആണ്. അത്രേ അപ്പം ഉള്ളൂ. patients, the patients who come up with acute mental exertion, too much of work, sudden exertion, terrible headache, terrible ആ പറയുന്ന characteristic qualities of migraine എല്ലാ ഉള്ള പേഷ്യൻസിന് ബെസ്റ്റ് റെമഡി is picric acid. സിട്രിക് ആസിഡ്. ഓക്കെ. 30 അല്ലെങ്കിൽ 200 പൊട്ടൻസി നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് റിലീഫ്. ബിക്കോസ് ഇഫ് യു റീഡ് പിക്രിക് ആസിഡ്, വൺ ഓഫ് ദ മോസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഇൻഡിക്കേഷൻ പറഞ്ഞിരിക്കുന്ന മെന്റൽ എക്സേർഷൻ. ഞാൻ കുറെയൊക്കെ സ്റ്റുഡൻസ്, എക്സാം സമയത്തുള്ള സ്റ്റുഡൻസ്, എക്സാം ശേഷമുള്ള ടീച്ചേഴ്സ്, പേപ്പർ കറക്ഷന്റെ സ്ട്രെസ്, പിന്നെ അതുപോലെ നമ്മളുടെ മന്ത് എൻഡ് ക്ലോസിംഗ് ആവുമ്പോൾ ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യാനുള്ള സ്ട്രെസ്, ബിസിനസ് മാനുള്ള സ്ട്രെസ്, പ്രൊജക്ട് വർക്ക് സബ്മിഷൻ ചെയ്യാനുള്ള സമയത്തുള്ള സ്ട്രെസ്. അപ്പോൾ ദാറ്റ് ഫേസ് യൂഷ്വലി ഇൻഡിക്കേറ്റഡ് ഫോർ സച്ച് പീപ്പിൾ, ബിസിനസ്മെൻ, സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, ടു മച്ച് ഓഫ് ഓവർ വർക്ക്, ടു മച്ച് ഓഫ് മെന്റൽ എക്സേർഷൻ. അങ്ങനത്തെ ഒരു സിറ്റുവേഷന് പറ്റിയ റെമഡിയാണ് പിക്രിക് ആസിഡ് ഇൻ ഗുഡ് പൊട്ടൻസി. പിക്രിക് ആസിഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും അതിനെ അസോസിയേറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കണോ? അല്ല, അപ്പൊ ഞാൻ അതല്ലേ പറഞ്ഞു വരുന്നത്. അതാന്ന് വെച്ചാൽ ഇപ്പൊ ഇത് നമ്മളിപ്പോ എടുത്തിരിക്കുന്നത് അക്യൂട്ട് ടോട്ടാലിറ്റിയാണ്, അക്യൂട്ട് പ്രസന്റേഷൻ ആണ്. പണ്ട് ഹിസ്റ്ററി ഓഫ് മൈഗ്രെയിൻ ഒന്നും ഇല്ല, ഒരു സഡൻ സിറ്റുവേഷൻ ലൈഫിൽ വന്നപ്പോ വന്നുള്ള ഒരു എക്സേർഷൻ ആണ്. ദിസ് ഇസ് എ പ്യൂർ കേസ് ഓഫ്, if the case is a migraine, you can still say this is a pure case of migraine, or it can be a pure case of headache. So you can start with the potency 330, 200, and if the patient is better, it's done and dusted. നമുക്ക് അതിനെപ്പറ്റി ഇനിയും ചിന്തിക്കുന്ന ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇത് മാത്രം മതിയാവും. പക്ഷെ ഇതേ കേസ് ഇതുപോലെ കുറെയൊക്കെ മരുന്നുകൾ കഴിച്ചിട്ട് ഹിസ്റ്ററി ഓഫ് സപ്പറേഷൻ, ഹിസ്റ്ററി ഓഫ് പെയിൻ കില്ലേഴ്സും കൊണ്ട് ഇതേ പ്രസന്റേഷൻ കൊണ്ട് വരുമ്പോൾ യു ക്യാൻ ഷിഫ്റ്റ് പിക്രിക് ആസിഡിന്റെ മദർ ടിഞ്ചർ സ്റ്റാർട്ട് ചെയ്തിട്ട് 10-15 ദിവസം കഴിഞ്ഞ ശേഷം കേസ് ടേക്കിംഗ് എടുത്തിട്ട് then you can start think about the correct totality and the prescription. പിക്രിക് ആസിഡിന്റെ മദർ ടീച്ചർ കൊടുക്കേണ്ടി വരും അല്ലേ? Only if the patient says that I am taking painkillers very frequently. അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോ നമുക്ക് മദർ ടിഞ്ചർ കൊടുക്കാം. പ്യൂർ കേസിന് മദർ ടിഞ്ചറിന്റെ ആവശ്യമില്ല, സ്ട്രേറ്റ് അവേ സ്റ്റാർട്ട് വിത്ത് 30 or 200. Last week she went to Rajagiri and took some medicines. See, some medicines is not going to suppress. Some medicines is not going to suppress. കുറെ കാലമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ 3 hourly 4 hourly ഒക്കെ പെയിൻ കില്ലർ കഴിക്കുന്നു എന്ന് പറയുന്ന ഒരു ഹിസ്റ്ററി വരുമ്പോഴാണ് നമുക്ക് സപ്പറേഷൻ എടുക്കേണ്ടത്. Otherwise, once in a while painkiller taking is not going to damage. Okay, thank you very much. നല്ല ഇൻഫർമേഷൻ ആയിരുന്നു കേട്ടോ. ഞാനത് ഇന്നലെ ചോദിക്കാനായിട്ട് വന്നപ്പോഴത്തേക്കും സമയം കഴിഞ്ഞിരുന്നു. അപ്പൊ വളരെ സന്തോഷം. This is another remedy. Thank you very much. മിക്കവാറും നമ്മൾ ഹോമിയോപാത്തിന്റെ വീട്ടിലും വെക്കാൻ പറ്റിയ റെമഡി. ഞാൻ പറഞ്ഞില്ലേ, കുട്ടികൾക്ക്, മദേഴ്സ്, ടീച്ചേഴ്സ്, ബിസിനസ്മാൻ, ഇവർക്കൊക്കെ നമുക്ക് വെരി ഫ്രീക്വന്റ്ലി യൂസ് ചെയ്യാം. ഇഗ്നേഷ്യയിലേക്കൊന്നും നമുക്ക് പോകേണ്ട ആവശ്യമില്ല അല്ലെ? ഇഗ്നേഷ്യ, കൊണക്ട് അങ്ങനെയൊന്നുമില്ല. അപ്പൊ വളരെ സന്തോഷം. വളരെ വെരി വെരി താങ്ക് യു വെരി മച്ച്. ഓക്കെ മാഡം. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഇതുപോലെ ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും കേസോ വേറെ ഏതെങ്കിലും മെഡിസിനെ കുറിച്ചോ എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാൻ ഇനിയും ഒരു 5 മിനിറ്റ് കൂടി ഉണ്ട്. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? പത്മപ്രിയ ഡോക്ടർക്ക് എന്തോ പറയാനുണ്ട്? അത് ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്നെ ഒന്ന് ഇന്ററപ്റ്റ് ചെയ്യണേ, then we can stop. അപ്പൊ ഇത് സംസാരിക്കുമ്പോൾ ഞാൻ പറയാം, ചില തലവേദനയുടെ ബേസിക് മെഡിസിൻസ് ആണ്. ദിസ് ഈസ് നോട്ട് റെയർ റെമഡീസ്, ദിസ് ഈസ് നോട്ട് കണ്ടാമിനേറ്റഡ്, ബേസിക്. ഇപ്പം വൈൻ കുടിച്ചു, പാർട്ടിയിൽ നല്ലപോലെ വൈൻ കുടിച്ചു, ഡോക്ടർ ഇന്നലെ രാത്രി വൈൻ കുടിച്ചു, ഭയങ്കര തലവേദന. അല്ലെങ്കിൽ പിന്നെ ചില വീടുകളിലൊക്കെ കുടി പാർട്ടി ഉണ്ടാവുമല്ലോ, അപ്പൊ നമ്മളുടെ കൺമുമ്പിൽ നമുക്ക് കാണാം കുടിച്ചിട്ട് തുടങ്ങി തലവേദനയുടെ എല്ലാം സിംറ്റംസും തുടങ്ങി. സോ വൺ ഓഫ് ദ ബെസ്റ്റ് റെമഡി ഫോർ ഹെഡേക്ക് ആഫ്റ്റർ വൈൻ ഇസ് സിങ്കം. സ്ട്രേറ്റ് അവേ പൊട്ടൻസിയിൽ കൊടുക്കാൻ തുടങ്ങിയ the patient will immediately come out of that headache due to wine. So that is one remedy which I wanted to share. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പൾസെറ്റല്ല ഇതുപോലെ ഹെഡേക്ക് ആഫ്റ്റർ ഈറ്റിംഗ് ഐസ്ക്രീം,
വെളിയിൽ ഫ്രഷ് എയറിൽ പോയാൽ ഒരു സുഖം തോന്നും. പിന്നെ കരച്ചിലുണ്ടാവും. മിക്കവാറും ഞാൻ കൊടുത്തിരിക്കുന്ന കുട്ടികൾക്ക് വലിയവർക്കും ഉണ്ടാവുമായിരിക്കും. പക്ഷെ വലിയവർക്ക് ആ ഒരു കോമൺ സെൻസ് ഉണ്ട്, ഐസ്ക്രീം അത്രയും പെട്ടെന്ന് സ്പീഡിൽ കഴിക്കാൻ പാടില്ല എന്ന്. പക്ഷേ ഇൻ കേസ് ഇഫ് ദാറ്റ് സെൻസിറ്റിവിറ്റി ഓഫ് ദ പേഷ്യൻറ്റ് ഇസ് വെരി ബാഡ്, ഈവൻ സ്ലോലി ഈറ്റിംഗ് 1 scoop 2 scoop ഓഫ് ഐസ്ക്രീം മൈറ്റ് ഗീവ് ഹെഡേക്ക്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പൾസെറ്റില്ല. ഓക്കെ, കുട്ടികളെ വെച്ചാൽ ദേ വിൽ ഷോ പൾസെറ്റില സിംറ്റംസ്. അമ്മ എടുക്കൂ, അമ്മ പൊക്കൂ, അമ്മ വേണം, കംഫർട്ട് ആൻഡ് കഡ്ലിങ്. സോ ദാറ്റ് കുഡ് ബി പൾസെറ്റില. ഓക്കെ, വേറെ എന്തായിരുന്നു എന്റെ മനസ്സിൽ എന്തോ ഒരു റെമഡി വന്നിരുന്നു. കാർബോവെജ് അല്ലെ, എന്താണ് വൈൻ കുടിച്ചിട്ടുള്ള തലവേദനയ്ക്ക് കാർബോവെജ് ഉപയോഗിച്ചുകൂടെ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഐ ഡോണ്ട് നോ, കാരണം ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് സിങ്കം അറിയായിരുന്നു, സിങ്കം യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ ഡിഡ് നോട്ട് തിങ്ക് ബിയോണ്ട് സിങ്കം. അപ്പൊ വൈൻ വാസ് ഓൾവേസ് സിങ്കം ഫോർ മീ. അതിപ്പോ നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്തെന്ന് പറയണേ, ഐ വിൽ ഗോ ആൻഡ് റീഡ്, ഐ ക്യാൻ ഓൾസോ യൂസ്. പിന്നെ വേറെ ഒരു റെമഡി ഞാൻ ഇതുപോലെ എൻ്റെ വീട്ടിലുണ്ട്. എൻ്റെ അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുണ്ട്. അമ്മയ്ക്ക് ഹാൻഡ് എംബ്രോയിഡറി, ക്രോഷേ, സ്വെറ്റർ, നിറ്റിങ് ഇതൊക്കെ ചെയ്യുന്ന ശീലമുണ്ട്. അപ്പൊ ഇതൊക്കെ ചില ദിവസങ്ങൾ ഭയങ്കര ഒരു പാഷൻ കൂടിയിട്ട് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആകുമ്പോൾ ഭയങ്കര തലവേദന. ബട്ട് ഷീ വിൽ ഓൾസോ നോട്ട് അണ്ടർസ്റ്റാൻഡ് ഐ സ്ട്രെയിൻ ഈസ് എ കോസ് ഓഫ് ഹെഡേക്ക്. സോ നമുക്ക് ഇത് പണ്ട് അച്ഛൻ്റെ കൂടെ ഇരിക്കുമ്പോൾ അച്ഛൻ കുറേയൊക്കെ ടൈലേഴ്സിന് കൊടുക്കണം കണ്ടിട്ടുണ്ട്. ടൈലേഴ്സ് ഈ കല്യാണ സീസൺ ഉണ്ടായിരുന്നു. നമ്മുടെ മഹാരാഷ്ട്രയിലെ മറാഠിക്കാർക്ക് ഏപ്രിൽ മെയ് എന്ന് പറഞ്ഞാൽ വെഡിങ് സീസൺ ആണ്. അതുപോലെ അവിടെ താമസിക്കുന്ന മലയാളികൾക്ക് സെപ്റ്റംബർ മാസം, ഓണം, തിരുവോതിര, ആ സമയത്ത് വെഡിങ് സീസൺ. അപ്പോൾ നമ്മൾ മരുന്നിന്റെ ഓർഡർ കൊടുക്കുമ്പോൾ ഈ മരുന്ന് ഏപ്രിൽ മെയ് സെപ്റ്റംബറിൽ എന്തായാലും ഈ മരുന്ന് തീർന്നില്ലേ അച്ഛൻ ഓർഡർ കൊടുക്കും. ദാറ്റ് ഈസ് റൂട്ട. റൂട്ട ഈസ് വെരി ഗുഡ് ഫോർ ഹെഡേക്ക് വിച്ച് ഇസ് കോസ് ഡ്യൂ ടു ഐ സ്ട്രെയിൻ. അത് റിഫൈൻഡ് വർക്ക് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് നമ്മളുടെ മെറ്റീരിയൽ മെഡിക്കലിൽ. ഡൂയിങ് ലോട്ട്സ് ഓഫ് ക്ലോസ് ഫൈൻ വർക്ക്. അത് റീഡിങ് ആയിരിക്കാം. കുട്ടികൾ കണ്ണ് വെച്ച് കണ്ടിന്യൂസ് തലേദിവസങ്ങളൊക്കെ പഠിക്കുന്നു പറയില്ലേ, അപ്പോൾ കണ്ണിനും അവരെന്തെങ്കിലും ഒരു കംപ്ലൈന്റ് പറയും, നീറ്റലോ കുത്തലോ, ഒരു കണ്ണിന് വേദനയോ, അല്ലെങ്കിൽ ഒന്നും പറയൂല. ബട്ട് വി ക്യാൻ സീ ഫ്രം ഹിസ്റ്ററി ഐ സ്ട്രെയിൻ ഉണ്ട്. സോ റൂട്ട ഈസ് എ വെരി ഗുഡ് റെമഡി. ഓക്കെ, അതുപോലെ ഞാൻ പണ്ട് IFPHൽ ആദ്യം എടുത്ത ക്ലാസ്സസ് ഐ വാസ് ടോക്കിംഗ് അബൌട്ട് ദ റെമഡീസ് വിച്ച് ആർ വെരി ഗുഡ് ഫോർ നഴ്സസ്. കോവിഡ് സമയത്ത് എടുത്തിരുന്നു. അതിന്ന് വൺ ഓഫ് ദ ബെസ്റ്റ് റെമഡി ദാറ്റ് ഐ ഡിസ്കസ്ഡ് ഇൻ ഡീറ്റെയിൽ വാസ് കോക്കുലസ് ഇൻഡിക്കസ്. അപ്പോൾ കോക്കുലസ് ഇൻഡിക്കസിന്റെ ഒരു സ്വഭാവം എന്താന്ന് വെച്ചാൽ ടു മച്ച് ഓഫ് ടേക്കിംഗ് കെയർ ഓഫ് അതേഴ്സ്, ടു മച്ച് ഓഫ് നഴ്സിംഗ്. അപ്പോൾ വീട്ടിൽ അമ്മയ്ക്ക് വയ്യ, മോൾക്ക് വയ്യ, മോന് വയ്യ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എണിക്കുക, അവരുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് എണിച്ചാൽ അവർ ലൂസ് മോഷനോ വോമിറ്റിംഗ് എന്താ നോക്കുക. അപ്പോൾ അവർക്ക് ഉറക്കമില്ലാണ്ടാവും. അപ്പോൾ ഹെഡേക്ക് വിച്ച് ഈസ് ഡ്യൂ ടു സ്ലീപ്പ് ഡിപ്രിവേഷൻ, സ്ലീപ്പ് ഡിസ്റപ്ഷൻ, ഇതൊക്കെ വേർഡ്സ് യൂസ് ചെയ്തിരിക്കണം. അപ്പോൾ ഉറങ്ങുന്നുണ്ട്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് എണിക്കണം, പിന്നെ ഉറങ്ങും. അല്ലെങ്കിൽ പിന്നെ ഒരിക്കൽ എണീറ്റു പിന്നെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ദർ ഈസ് ലാക്ക് ഓഫ് സ്ലീപ്പ് ഓർ ദർ ഈസ് ലോട്ട്സ് ഓഫ് ഡിസ്റ്റർബൻസ് ഇൻ ദിസ് കണ്ടിന്യൂറ്റി ഓഫ് സ്ലീപ്പ്. ആൻഡ് വൈ ദാറ്റ് വിൽ ഗീവ് ഹെഡേക്ക്. അതുപോലെ നമ്മൾ ഫ്ലൈറ്റ് 2-3 ഫ്ലൈറ്റ് ചേഞ്ച് ചെയ്ത്, ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിൽ വരുന്ന, കേരളയ്ക്ക് വരുന്ന ആൾക്കാർക്കൊക്കെ മിക്കവാറും 3 ഫ്ലൈറ്റ്സ് എടുത്തിട്ടൊക്കെയാണ് അവർ വരുന്നത്. അപ്പോൾ ഒരു ഫ്ലൈറ്റിലും കണ്ടിന്യൂസ് ഉറങ്ങാൻ പറ്റില്ല. സോ ലോട്ട്സ് ഓഫ് ജെറ്റ് ലാഗ് എല്ലാ പേഷ്യൻസിനും, എല്ലാം എയർ ട്രാവലേഴ്സിലും ഉണ്ടാകും. പക്ഷേ ഇഫ് ദർ ഈസ് എയർ ട്രാവലിംഗ് ഹിസ്റ്ററി വിത്ത് ഹെഡേക്ക്, കോക്കുലസ് ഇൻഡിക്കസ് ഇസ് എ വെരി ഗുഡ് റെമഡി. ഓക്കെ, ഇനി ഒരു ഡൗട്ട് ഉണ്ട്. ഡോക്ടർ ഏലിയമ്മ ജോർജ്, ഡോക്ടർ അഡ്മിറ്റ് സംസാരിച്ചോളൂ. എനിക്ക് പറയൂ. ജസ്റ്റീഷ്യ ലോവർ പൊട്ടൻസിയുടെ കാര്യം എന്താ പറഞ്ഞേ? ലോവർ പൊട്ടൻസി അല്ല, മദർ ടിഞ്ചർ കൊടുക്കാൻ പാടില്ല. 3rd പൊട്ടൻസി തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ്. ബിക്കോസ് ഇറ്റ് ഷോസ് അഗ്രവേഷൻ. ദിസ് ഇസ് റിട്ടേൺ ഇൻ ദ ടെക്സ്റ്റ് ബുക്സ്. അഗൈൻ അപ്പോൾ നമുക്ക് മദർ ടിഞ്ചർ യൂസ് ചെയ്യാണ്ട് പൊട്ടൻസി 3rd പൊട്ടൻസി ആൻഡ് ഹയർ കൊടുക്കാൻ പറ്റും. 30 തൊട്ട് കൊടുക്കാം. ആ, ഡോക്ടർ, അപ്പൊ നമ്മള് ചെസ്റ്റ് ഇൻഫെക്ഷൻ ഒക്കെ നമ്മള് ചിലപ്പോ നമ്മള് നല്ല കഫമൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് ജസ്റ്റീഷ്യ കൊടുക്കുമല്ലോ, ടിഞ്ചറാണ് കൊടുക്കാറുള്ളത്. പക്ഷെ ബുക്സിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതൊക്കെ കേട്ട് ഡോക്ടേഴ്സും പറഞ്ഞിരിക്കുന്നത് സെവിയർ അഗ്രിവേഷൻ ഹാസ് ബിൻ നോട്ടീസ് ഫ്രം ലോവർ പൊട്ടൻസി എന്നാണ് പറയുന്നത്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല, സോ ഐ ഡോണ്ട് നോ, ബട്ട് ഇറ്റ് ഈസ് ദേർ. യൂഷ്വലി കൊടുക്കാറുള്ളതാണ് ജസ്റ്റീഷ്യ മദർ ടിഞ്ചർ. അതാ ഞാൻ പറയുന്നത്. സി വാട്ട് ഹാപ്പൻസ് ഈസ്, ഇപ്പൊ നിങ്ങൾ കൊടുക്കണമെന്ന് പറയുന്നത് ഹൗ ഓഫൻ ഹാവ് യു ഗിവൺ, ഹൗ മച്ച് വാസ് എ റിപ്പീറ്റേഷൻ, ഹൗ മെനി ഡേയ്സ് ഹാവ് യു കണ്ടിന്യൂ. അപ്പോൾ ഇൻ ദ കേസസ് ദാറ്റ് യു എക്സ്പ്ലെയിനിങ്, കുറച്ച് ദിവസമേ കൊടുത്തിട്ടുള്ളൂ, കുറച്ച് റിപ്പീറ്റേഷനേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ മേ ബി വി നെവർ ഗെറ്റ് എ ചാൻസ് ടു സീ ദ അഗ്രിവേഷൻ. പക്ഷെ മൈഗ്രെയിൻ എന്ന് പറഞ്ഞ ഒരു അസുഖം
വെയിലത്ത് പോകുമ്പോൾ മൈഗ്രെയിൻ എല്ലാ മാസവും വരുന്ന പീരിയഡ്സിന്റെ കൂടെയുള്ള മൈഗ്രെയിൻ. അപ്പോൾ മോർ if you are in the habit of giving rare remedies, you will prescribe the remedy every time the patient will come with migraine. So that is a too much of medication in the form of mother tincture going to the patient. അപ്പോൾ പിന്നെ ഡ്രഗ് അഗ്രിവേഷൻ ഉണ്ടാവും. ഓക്കെ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഏകദേശം നമ്മളെ സമയം കഴിയാറായി. അപ്പോ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എടുത്ത പത്മപ്രിയ ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി ഞാൻ ഡോക്ടർ ജിബിയെ ക്ഷണിക്കുകയാണ്. ജിബി. ഹലോ, അൺമ്യൂട്ടായോ? ഇല്ല കേൾക്കാമല്ലോ. കേക്കാം അല്ലേ? ഓക്കെ. അപ്പം റെസ്പെക്റ്റഡ് ഡോക്ടേഴ്സ്, ഞാൻ ഒരു പുതിയ ആളാണ്. കുറച്ച് ദിവസം ആയുള്ളൂ ഇതിനകത്ത് പങ്കെടുക്കാൻ തുടങ്ങിയിട്ട്. കോതമംഗലത്ത് നമ്മുടെ ഷാജി കൂടിയാട്ടിന്റെ ഒക്കെ ഡോക്ടർ ഷാജി കൂടിയാട്ടിന്റെ ഒക്കെ നെയ്ബറാണ്. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ 9 മണിയാവാൻ നോക്കിയിരിക്കുക. അങ്ങനെ വളരെ സന്തോഷം. അപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ പത്മജ ഡോക്ടർ അല്ലേ, പത്മജ ഡോക്ടറുടെ ക്ലാസ് വളരെ നന്നായിരുന്നു. ഡോക്ടർ പത്മപ്രിയ ക്ലാസ് വളരെ നന്നായിരുന്നു. ഇന്നലത്തെ ക്ലാസ്സും വളരെ നന്നായിരുന്നു. ഇന്ന് അതിന്റെ ബാക്കിയും എടുത്ത്, അപ്പൊ ഇത്രയും സ്ട്രെയിൻ എടുത്ത് ഇത്രയും വെൽ സ്റ്റഡീഡ് ആയിട്ടാണ് ഡോക്ടർ ക്ലാസ് എടുത്തത്. അപ്പൊ അതിന് വളരെ സന്തോഷം. അപ്പൊ വളരെ അധികം നന്ദിയും എല്ലാ ഡോക്ടേഴ്സിന്റെ പേരിലും എന്റെ പേരിലും പത്മപ്രിയ ഡോക്ടറോട് നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പൊ നമുക്ക് എന്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവരോടുമുള്ള നന്ദി. ഓക്കെ. നന്ദി ഡോക്ടർ ജിബി. കാരണം പുതിയ ഒരാള് IFPHന്റെ ക്ലാസ് കയറുന്നു എന്ന് അറിഞ്ഞതിലും എല്ലാ ദിവസവും 9 മണിക്ക് ആകാംക്ഷയോടെ ഇരിക്കുകയാണെന്ന് അറിഞ്ഞതിലും ഓക്കെ, വളരെ സന്തോഷമുണ്ട്. ഒരു ഡൗട്ട് ഉണ്ട്, അതിന്റെ റിപ്ലൈ ഞാൻ തരാം. ദർ ഇസ് എ ക്വസ്റ്റ്യൻ, ഹെഡേക്ക് ഫ്രം ഇറിറ്റേറ്റിംഗ് വേർഡ്സ് ഓഫ് ബോസ്. അപ്പൊ ഇതിൽ 2 റെമഡീസ് ആർ ദർ. ഇറ്റ് ഡിപ്പെൻഡ്സ് വാട്ട് ദ പേഷ്യന്റ് ഈസ്. അപ്പൊ ബോസ് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ കാരണം ഹെഡേക്ക്. സോ ഇറ്റ് ഈസ് the words which has affected your mind. So mind is causing a pathology in the head. Apo main 2 remedies is Nux vomica and Staphylococcus aureus. Nux vomica will go back and tell something to the boss. Boss varda vidilla boss ne rendu vaak kepichite Nux vomica thirichu verullu. So if your patient has retaliated back, you can prescribe Nux vomica. Staphylococcus aureus is another remedy which is under suppressed anger. Staphylococcus aureus ധൈര്യത്തോട് ബോസിന്റെ അടുത്ത് നിന്നിട്ട് ഒന്നും പറയില്ല. ബോസ് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് തലയും താത്തി തിരിച്ച് വീട്ടിൽ വരും. രാത്രി തലവേദന കാരണം ഉറങ്ങില്ല. സോ Staphylococcus aureus or Nux vomica you have to decide, but give in higher potency. കാരണം ഇതിൽ ഫിസിക്കൽ അല്ല കോസറ്റീവ് ഫാക്ടർ, മെന്റൽ rubric is a causative factor. So straight away you can start with 1 mg. Okay, I hope that clears the doubt. ഓക്കെ. അങ്ങനെ നമ്മുടെ മലയാളം സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നല്ല ഒരു ക്ലാസ്, വളരെ മനസ്സിലാകുന്ന ഭാഷയിൽ ക്ലാസ് എടുത്ത പത്മപ്രിയ ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം. Thank you very much. ശുഭരാത്രി. താങ്ക് യു.